ഓക്കെ. ഓക്കെ. പ്രശ്നം ഏത് ചെയ്തോണ്ടിരിക്കുന്നത്? ഐ മീൻ വർക്ക് അല്ല, ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ ചെറിയൊരു ബിസിനസ്സാണ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് ആ ടൈപ്പാണ്? കേക്ക്സ് ആൻഡ് ഡെസേർട്സിന്റെ. ഞാൻ ഓക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എനിക്ക് അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ബേസ് മാത്രമേ ഉള്ളൂ. ഞാൻ അതൊക്കെ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ. എൻ്റെ ഒരു ചെറിയൊരു ബേസ് മാത്രം. ഞാനത് ഇങ്ങനെ പറഞ്ഞു നോക്കിയപ്പോൾ എനിക്കൊരു കരിയറായിട്ടും വേണമെന്ന് തോന്നി. ഓക്കെ. അപ്പോ സ്വന്തം ബിസിനസ് ഒന്നും സെറ്റാക്കാൻ ചെയ്യാം. അതെ. ഓക്കെ. സോഫാർ എങ്ങനെയുണ്ട്? എന്താ അവസ്ഥ? ഓക്കെയാണ്. ഞാൻ സാറിന്റെ ആ തിയററ്റിക്കൽ പാർട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇന്നലത്തെ സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റേ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നമുക്കത് ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നത് കാരണം വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയി. പക്ഷെ ഗൂഗിൾ ആഡിൻ്റെത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ കേൾക്കുന്നത്. പക്ഷെ മറ്റേ കുഴപ്പമില്ല. ഇതില് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന കാരണം സ്മൂത്ത് ആയി പോകുന്നുണ്ട്. ഓക്കെ. ഇന്നലത്തെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. ഇന്നലെ കുറച്ചുകൂടെ നമ്മള് അടുത്തൊരു പ്ലാറ്റ്ഫോമിലൂടെ എത്തിയിരുന്നു. അപ്പം മസ്റ്റ് ആയിട്ട് ഒന്ന് കാണണേ. ഓക്കെ. ഞാൻ സാറിന് പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തിയററ്റിക്കൽ ക്ലാസ് കണ്ടിട്ട്. ഐ എം സോറി, ഞാൻ കുറച്ച് തിരക്കിലായപ്പോൾ ഞാൻ റിപ്ലൈ തരാം. സോറി. ഓക്കെ. സാഫ്രിൻ അല്ലേ പേര്? സഫ്രീൻ. ഓക്കെ. സാഫ്രിൻ. ഓക്കെ. എന്താ ചെയ്യുന്നത് ആക്ച്വലി കറന്റ്? ഞാന് പഠിപ്പ് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 1 ഇയർ ആയി കഴിഞ്ഞിട്ട് പിന്നെ ജോബ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോ ഒന്നും പറയാൻ അറിയാത്തോണ്ടും മാക്സിമം മെറ്റനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. അതെനിക്കൊന്നും അറിയുന്നില്ല. പിന്നെ അവര് ഓട്ടോമേഷൻ ടൂൾസ് എന്തൊക്കെയാ യൂസ് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നും അറിയുന്നില്ല. ആകെ SEO വെബ്സൈറ്റിൽ ചെയ്യാൻ അറിയാം. സോ അനിയന്മാർ ഓൾറെഡി ഈ ഫീൽഡിൽ ആയതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ വർക്ക്സ് കിട്ടുമ്പോൾ അവർക്ക് SEO ചെയ്ത് കൊടുക്കുന്നു മാത്രം. ഓക്കെ. സോഫാർ എങ്ങനെയുണ്ട്? ഗൂഗിൾ ആഡ്സ് ആൻഡ് മെറ്റ? ബെറ്റർ ആണ്, നല്ല ബെറ്റർ ആണ്. ജുമാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്? ജുമാന ഞാൻ വർക്ക് ചെയ്യുന്നു. എവിടെ? നാട്ടിലാണോ അല്ലെങ്കിൽ അല്ല, ദുബായിലാണ്. ഓക്കെ. അവിടെ സെറ്റിൽ ആയോ? ഹസ്ബൻഡ് ഒപ്പം. ഓക്കെ. ഗ്രേറ്റ്. കമ്പനി വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. ഗ്രേറ്റ്. ബാക്കി ആൾക്കാരൊന്നും മൈക്കും ക്യാമറ ഒന്നും ഇല്ലേ? അഞ്ചൊക്കെ എവിടെ? അഞ്ചിനൊക്കെ ഒന്ന് പരിചയപ്പെടുന്നു. ഞാൻ ആദ്യമേ കുറെ പരിചയപ്പെടാനും വരും. എന്റെ ക്ലാസ് എന്താണെന്നും ഞാൻ എന്താണെന്നും മനസ്സിലായിട്ട് നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ. അപ്പം അതാണ് ഞാൻ ഇന്ന് ഒരു ഡീറ്റെയിൽ പരിചയപ്പെടലേക്ക് പോകുന്നത്. ഓക്കെ. അന സംസാരിച്ചു. ഹസ്നി, സഫീൻ ആൻഡ് ചുമാന. അഞ്ചൊക്കെ എവിടെ? അഞ്ചൊക്കെ കഴിഞ്ഞ ദിവസം നല്ല ആക്റ്റീവ് ആണല്ലോ. പോയോ? ഓക്കെ. അഞ്ചു ഓൾറെഡി വർക്കിംഗ് അല്ലേ? ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഏതാ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ഏരിയ? ആഡ്സ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ആഡ്സ് ആണ്. ഓക്കെ. സർവീസ് ബേസ്ഡ് ആണ് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയുണ്ട് സെഷൻ? എങ്ങനെയുണ്ട്? എന്താ അവസ്ഥ സോഫ? നല്ലയാ. ഓക്കെ. കുറെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതായിരിക്കും അല്ലേ? കുറെ അറിയില്ല. പിന്നെ കൺവേർഷൻ ട്രാക്കിങ്ങും മറ്റുള്ള CRM ടൂൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചുകൂടെ അറിയാറുണ്ട്. ബാക്കി ബേസിക് ഒക്കെ അത്യാവശ്യം അറിയാം. ഞാൻ ഇന്നലൊക്കെ പറഞ്ഞ ഓൾമോസ്റ്റ് അറിയായിരിക്കും അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഇനിയിപ്പം ഓൾറെഡി ചെയ്യുന്നവർക്കാണെങ്കിലും ഇനി ഐ മീൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏരിയാസ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ ഇന്ന് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് കൺവേർഷൻ APIയും അതുപോലെ തന്നെ ഒരു ഇവന്റ്സ് മാനേജർ, കാറ്റലോഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അത് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് തന്നെ പറയാം. നമ്മൾ അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നത്. ബാക്കി നമ്മളിപ്പം ഈ പറയുന്ന അമൽ ആക്ച്വലി വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആണോ ഈ ഫീൽഡിലേക്ക്? എന്താണ് അവസ്ഥ എന്നുള്ളത്? അമൽ ജോസ് അവൈലബിൾ അല്ലേ? ഓക്കെ. ആദിത്യ സാർ, എന്താ അവസ്ഥ? എന്താ ചെയ്യുന്നത് ആക്ച്വലി കറന്റ്? ഇപ്പം എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? സാർ, ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്ര ഒരു ജസ്റ്റ് ഒരു ബേസ് ലെവൽ എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ആഡ്സ് ഒന്നും എനിക്ക് അങ്ങോട്ട് ഒന്നും കറക്റ്റായിട്ട് സെറ്റ് ആയിട്ടില്ല. സോ അതാണ് കറൻ്റ്ലി ഉള്ള ഒരു സിറ്റുവേഷൻ. സോ അതുകൊണ്ട് ഞാനൊന്നും കുറച്ചുകൂടി എല്ലാം ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഓക്കെ. ഗ്രേറ്റ്. എങ്ങനെയുണ്ട് സോഫ്റ്റ്വെയർ? എന്താ അവസ്ഥ?
കുഴപ്പമില്ല സാർ. പിന്നെ ഇന്നലത്തെ ക്ലാസ് എനിക്ക് മിസ്സായിപ്പോയി നെറ്റിന്റെ ഇഷ്യൂസ് കാരണം. ഓക്കെ ഓക്കെ. ബട്ട് റെക്കോർഡർ എന്തായാലും കാണട്ടോ. ഇന്നലെ ഓക്കെ ഓക്കെ ഇന്നത്തെ പോയിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ. ഇനി ആരാ ബാക്കിയുള്ളത് നമ്മൾ സംസാരിക്കാൻ? ഷൈഖ് തസ്നി ആണോ? എംആർ തസ്നി എംആർ ആണോ? യാ, ആള് അവൈലബിൾ ആണോ അവിടെ? ഐ തിങ്ക് ഓൺ ചെയ്യിപ്പിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഫൈൻ. സോ ഞാൻ ജസ്റ്റ് നിങ്ങൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ എല്ലാ ബേസ് ലെവൽ 3 days ആയിട്ട് നമ്മൾ ബേസിൽ കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്ന ബിസിനസ് പോർട്ട്ഫോളിയോയിലുള്ള അടുത്തൊരു സെഗ്മെന്റ് ആണ് ഡാറ്റ സോഴ്സ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാക്കിംഗ് പ്രോസസ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിന് നമ്മൾ പറയേണ്ടത് കൺവേർഷൻ ട്രാക്കിംഗ് എന്നാണ് പറയുന്നതാവുക. എന്താ പറയുന്നത് വേർഡ്? കൺവേർഷൻ ട്രാക്കിംഗ്. സോ ട്രാക്കിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് പോയിന്റിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പം ആക്ച്വലി ശരിക്കും പെർഫോമൻസ് മാർക്കറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടച്ച് പോയിന്റ്, അതായത് കസ്റ്റമർ എവിടെ നിന്നാണോ ബൈങ് എടുക്കുന്നത് ആ പോയിന്റ് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടച്ച് പോയിന്റ് നമ്മൾ ടച്ച് പോയിന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഇപ്പം കസ്റ്റമർ പല സെഗ്മെന്റുകളിൽ നിന്നും അവരെന്ത് ചെയ്യാം, പ്രൊഡക്റ്റോ സർവീസോ പർച്ചേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, മെറ്റൽ കഷ്ടപ്പെട്ട് കുറേ ആഡ്സ് കാര്യങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കാം. അതൊക്കെ കണ്ടിട്ട് അവരെന്ത് ചെയ്യുന്നില്ല, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാതെ മേ ബി എന്തായിരിക്കും നേരെ നമ്മൾ ഗൂഗിൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ആഡ്സിന്റെ ഫോർ എക്സാമ്പിൾ ഒരു സെർച്ച് ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, മേ ബി പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. അതിനർത്ഥം നമ്മൾ മെറ്റൽ ചെയ്ത ക്യാമ്പയിനുകളെല്ലാം വേസ്റ്റ് ആയി എന്നുള്ളതല്ല. അത് കൂടെ അവർ സപ്പോർട്ട് ആവുന്നുണ്ട്. ആ സപ്പോർട്ട് ആയതുകൊണ്ടാണ് അവർ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒന്നുകൂടെ ഡബിൾ കൺഫർമേഷൻ എടുത്തിട്ട് അവിടെ എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. സോ ടച്ച് പോയിന്റ് വരുന്നത് എന്താണ്, ഈ പറഞ്ഞതുപോലെ ഗൂഗിൾ ആഡ്സിന്റെ ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഗൂഗിൾ ആഡ്സിൽ തന്നെ മേ ബി വെബ്സൈറ്റ് ത്രൂ ആയിരിക്കാം. അപ്പൊ പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് ഗൂഗിൾ ആഡ്സിന്റെ തന്നെ അടുത്തൊരു ഓപ്ഷനുള്ള ലൈക്ക് യൂട്യൂബ് ആഡ്സ് എന്നാവാം. വാട്ട് എവർ ലൈക്ക് ടച്ച് പോയിന്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ടച്ച് പോയിന്റ് എന്നുള്ള വേർഡ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറുടെ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, അതിനെ നമ്മൾ ടച്ച് പോയിന്റ്, ഐ മീൻ കസ്റ്റമർ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാവില്ലേ, അതാണ് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ ആഡ്സും അല്ലെങ്കിൽ യൂട്യൂബ് ആഡ്സും നമ്മൾ പറഞ്ഞില്ല, മെറ്റയുടെ പെർസ്പെക്ടീവിലുള്ള മെറ്റയുടെ പെർസ്പെക്ടീവിലുള്ള കൺവേർഷൻ ട്രാക്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതേസമയം നിങ്ങൾ ആലോചിച്ച് വെക്കാം, മെറ്റിൽ നമ്മൾ ആഡ് റൺ ചെയ്തുകൊണ്ട് കസ്റ്റമർ നിർബന്ധമായിട്ട് മെറ്റ ത്രൂ തന്നെ പ്രൊഡക്റ്റോ സർവീസ് പർച്ചേസ് ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല. അതൊരു മറ്റൊരു റിയാലിറ്റിയാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ആണെന്ന് വിചാരിക്കാം. ഒരു ഇ കൊമേഴ്സ് ബിസിനസ് ആണെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ടും അവരുടെ കയ്യിൽ നിന്നുണ്ടാവും ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടാവും. എന്താണ് ഈ ഷോപ്പിഫൈ എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ? ഷോപ്പിഫൈ എന്നുള്ള ഒരു വേർഡ് കേട്ടിട്ടുണ്ടോ? ഷോപ്പിഫൈയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സോ ഒരു ഇ കൊമേഴ്സ് സൈറ്റുകൾ ഉണ്ടാവും. അങ്ങനെ പറയുന്നത് ഷോപ്പിഫൈ ഞാൻ പറയുന്നില്ല, ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് അവർക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്താണ് ഇ കൊമേഴ്സ് സൈറ്റ് എന്ന് പറയുന്നത്? ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ഇ കൊമേഴ്സ് വെബ്സൈറ്റ്? പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന, അതായത് പ്രൊഡക്റ്റ് മാത്രമാണ് നമുക്ക് ഇ കൊമേഴ്സ് സൈറ്റിൽ കൂടെ സെല് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇ കൊമേഴ്സ് സൈറ്റിലൂടെ പ്രൊഡക്റ്റ് മാത്രമാണ് സെല് ചെയ്യാൻ പറ്റുക. എനിവോൺ? ആർക്കും അറിയില്ല. സർവീസ് സെല് ചെയ്യാം നമുക്ക്. അതായത് നിങ്ങൾ അതിനെ കാണേണ്ടത് ഒരു ഡിജിറ്റൽ സ്റ്റോർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ ഓൺലൈൻ സ്റ്റോർ ആയിട്ട് കാണാം അതിനെ. അതായത് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റോർ. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമിലർ എക്സാമ്പിൾ പറഞ്ഞാൽ CD അക്കാഡമിയുടെ ഈ പറഞ്ഞ കോഴ്സ്, അതായത് നിങ്ങൾ ഇപ്പോൾ ഇതിന് ലൈവ് ഓൺലൈൻ കോഴ്സാണ്, ഇതൊരു സർവീസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നമ്മളൊരു ഇ കൊമേഴ്സ് സൈറ്റ് വഴിയല്ല സെല്ല് ചെയ്യുന്നത്, ആണോ? നിങ്ങളെ ഈ പറഞ്ഞതുപോലെ ഓൺലൈനിൽ നേരിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ്സുകൾ എടുക്കുന്നത്. എന്നാൽ ഇതേ കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? യൂഡമി, കോഴ്സറ എന്നൊക്കെ പറഞ്ഞ ഇന്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്. യൂഡമി, കോഴ്സറ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. അവരിത് റെക്കോർഡഡ് ആയിട്ട് സെഷൻസ് കണ്ടക്ട് ചെയ്ത്, റെക്കോർഡ് കേട്ടോ, ഇതുപോലെ ലൈവ് ഡൗട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, റെക്കോർഡ് സെഷൻ കണ്ടക്ട് ചെയ്തിട്ട് അവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനെ വൺ ടൈം പർച്ചേസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അത് ആക്ച്വലി എന്താണ്? ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ആണ്. അതേപോലെ തന്നെ ഒരു സൈറ്റാണ് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ എന്ന് പറയുന്നത്. ആക്ച്വലി ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആയിട്ട് നമ്മൾ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിട്ടല്ല പറയുന്നുണ്ടാവും, അതിന് നമ്മളൊരു മാർക്കറ്റ് പ്ലേസ് എന്നാണ് പറയുന്നുണ്ടാവും.
അത് നമ്മൾ പറയുന്ന വേർഡാണ് മാർക്കറ്റ് പ്ലേസ്. ഇനിയിപ്പോ പോട്ടെ, നിങ്ങളുടെ സ്വന്തം പേരിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്റെ പേരിൽ ഞാനൊരു ഷോപ്പിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ashwinkp.com എന്നുള്ളൊരു ഷോപ്പിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഞാൻ സെല് ചെയ്യുന്ന എന്താണ്, വാലറ്റ് ആണെന്ന് വിചാരിക്കാം. വാലറ്റ് അല്ല, നമ്മളെ പേഴ്സില്ലേ, അതാ സെല് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ അതൊരു ഇ കൊമേഴ്സ് സൈറ്റ് ആണ്. ഇതേ ഈ എന്താണ് പ്രൊഡക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്ലിപ്കാർട്ടിൽ ആമസോണോ പോലുള്ള പബ്ലിക്ലി ആൾക്കാർക്ക് നേരെ ഡയറക്ട്ലി ഇന്റർഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. അത് വേറെയാണ് കേട്ടോ, മാർക്കറ്റ് പ്ലേസ് വേറെയാണ്. അതേസമയം ഈ ഞാൻ പറയുന്ന ഇ കൊമേഴ്സ് സൈറ്റ് വേറെയാണ്. രണ്ടും ഡിഫറൻസ് ഉണ്ട്. സോ ഇ കൊമേഴ്സ് സൈറ്റ് നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു വെബ്സൈറ്റിനെയാണ് പറയുന്നുണ്ടാവുക. ഇപ്പൊ കോസറ അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ഇ കൊമേഴ്സ് സൈറ്റുകളാണ്. അല്ലെങ്കിൽ പ്യൂമ, നൈക്കി, അഡിഡാസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ട്. ഇവർ സ്വന്തമായിട്ട് ഇ കൊമേഴ്സ് സൈറ്റ് മാത്രമല്ല, അവർക്ക് എന്തുണ്ട്, ഈ പറഞ്ഞ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റ് പ്ലേസിൽ അവർ സെല് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്ലേസിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. അത് പ്രൊഡക്റ്റോ സർവീസോ സെല്ല് ചെയ്യാനുള്ള ഇ കൊമേഴ്സ് സൈറ്റ് ഉണ്ട്. അതിലെ പർച്ചേസ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന എല്ലാവിധ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിനൊരു ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കൺവേർഷൻ ട്രാക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത് പർച്ചേസ് മാത്രമല്ല, അവിടെയുള്ള എല്ലാവിധ ട്രാക്കിങ്ങുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്യാതെ ബൗൺസ് അടിച്ച് പോയി. ബൗൺസ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ഓപ്ഷനിലേക്ക് വന്നു, അവിടെ നിന്ന് എന്ത് ചെയ്തു, ബാക്ക് ഔട്ട് ചെയ്തു എങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരാൾ ആഡ് ടു കാർട്ട് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, ആഡ് ടു കാർട്ടിലോ അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും കൊണ്ട് വിചാരിക്കാം. വയ ആഡ് കണ്ടിട്ടൊക്കെ ആണെങ്കിൽ വാട്ടർ ഇറ്റ്സ് ലൈക്ക് ടച്ച് പോയിന്റുകൾ, കസ്റ്റമേഴ്സിന്റെ ടച്ച് പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ട്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് കൺവേർഷൻ ട്രാക്കിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഇവിടെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളോട് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സോ അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ അതിനെ ഞാൻ ഡയറക്റ്റ് സ്ക്രീൻ തന്നെ ഷെയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഡിസ്കഷൻ പോയിന്റിലേക്ക് വരാം. 1 സെക്കൻഡ്. സ്ക്രീൻ ഷെയർ ചെയ്യാം. 1 സെക്കൻഡ്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ അല്ലേ? കാണുന്നുണ്ട്. ഓക്കെ. സോ ഇതിൽ നമ്മൾ നോക്കുന്ന ഏറ്റവും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ എടുത്ത അതേ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഡാറ്റ സോഴ്സ് ആണ്. ഓക്കെ, ഡാറ്റ സോഴ്സ് എന്ന ഏരിയയാണ്. ഇവിടെ നമുക്ക് എന്തുണ്ട്, കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാറ്റലോഗ്സ് എന്ന് കാണാം, ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽ എന്ന് കാണാൻ വേണ്ടി പറ്റും, ഓഫ്ലൈൻ ഇവന്റ് സെറ്റപ്പ് എന്ന് കാണാം, കസ്റ്റം കൺവേർഷൻ കാണാൻ വേണ്ടി പറ്റും, ഷെയർഡ് ഓഡിയൻസ് കാണാൻ വേണ്ടി പറ്റും. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏരിയ എന്ന് പറയുന്നത് ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽ എന്നുള്ള ഏരിയ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ കാറ്റലോഗിലേക്ക് വരാം. ഓക്കെ, ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽ, ഇതിനൊരു പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ ആദ്യം ഇത് ഓപ്പൺ ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. വെയിറ്റ് ഓൺ. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡാറ്റ സെറ്റുകൾ നമ്മൾ പറയുന്നുണ്ടാവാം. ഡാറ്റ സെറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഡാറ്റ ഫ്രം വെബ്, ആപ്പ് ആൻഡ് അതർ സോഴ്സ്. അതായത് മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും, അതായത് മറ്റേയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പ്ലാറ്റ്ഫോമുകളാണ് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ആ പ്ലാറ്റ്ഫോമിൽ ഉള്ള ഡാറ്റാസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന്റെ വിസിറ്റ് ആവാം, അവരുടെ പർച്ചേസിങ് ആവാം, അതുപോലെ അവർ ചെയ്യുന്ന എന്ത് വിധ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ട്രാക്ക് ചെയ്തുകൊണ്ട് മെറ്റയിലോട്ടേക്ക് കൊണ്ടുവരണം. ട്രാക്ക് ചെയ്ത് മെറ്റയിലോട്ടേക്ക് കൊണ്ടുവരണം വിചാരിക്കാം. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽസ് എന്ന് പറയുന്നത്.
അതായത് ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു ബിസിനസിന്റെ പെർസ്പെക്റ്റീവിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ പറഞ്ഞ ബിസിനസ് പോർട്ട്ഫോളിയോയിലാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ്. അതായത് നമ്മൾ മുട്ടസൂചിയുടെ കാര്യം പറയുന്നത് പോലെ ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ബിസിനസിന്റെ ഡിജിറ്റലി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ആണ്. മെറ്റാ റിലേറ്റഡ്. ഓക്കെ, മെറ്റാ റിലേറ്റഡ്. ഇത് നമ്മളിവിടെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, നമ്മുടെ തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഒന്നിലെ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അതർ സോഴ്സുകളാവാം. ഈ സോഴ്സുകളിലെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ മെറ്റാ പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരണം. ഈ പറഞ്ഞ അവിടെ വെബ്സൈറ്റിലെ ഡാറ്റയോ അങ്ങനെ എന്ത് ഡാറ്റയോ ഇത് നമുക്ക് എന്ത് ചെയ്യണം, വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരണം. ഇത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ട കാര്യമാണ് ഈ ബിസിനസ് പോർട്ട്ഫോളിയോയില് ഡാറ്റ സോഴ്സിൽ ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽ എന്ന് പറയുന്നത്. സോ ഇതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ എന്തിനാണ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്, ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക്? ഇതിന്റെ പർപ്പസ് എന്താണ്? റീടാർഗറ്റിംഗ് ചെയ്യാനാണോ? ഒന്ന് നമുക്ക് റീടാർഗറ്റിംഗ് ചെയ്യാം, പിന്നെ വേറെന്താ പർപ്പസ് ഉള്ളത്? വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? എനിവൺ, ആർക്കെങ്കിലും ഗസ്? ട്രാക്ക് ചെയ്യാൻ. എന്ത് ട്രാക്ക് ചെയ്യാൻ? കറക്റ്റ് ട്രാക്കിംഗ് ആണ്. എന്ത് ട്രാക്ക് ചെയ്യാൻ നമുക്ക്? കസ്റ്റമേഴ്സിന്റെ പർച്ചേസ് ആണോ, പേജ് വിസിറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ. എക്സാക്ട്ലി. അതായത് നമ്മുടെ ഒന്നാമത്തെ കാര്യം ടാർഗറ്റിംഗ് ആണ്. ഫസ്റ്റ് തിങ് ഈസ് റീടാർഗറ്റിംഗ് ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് വൺസ് ആ കസ്റ്റമർ ക്രിസ്നി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ വൺസ് ആ കസ്റ്റമർ നമ്മുടെ ഏതെങ്കിലും തേർഡ് പാർട്ടി പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ലൈക്ക് എന്താ പറയാ, അത് മെറ്റാഡ് വഴിയോ മറ്റു പ്ലാറ്റ്ഫോം വഴിയാണ് വന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അത് ആ ട്രാക്ക് സിസ്റ്റം ഞാൻ കാണിച്ചത് എന്താണെന്നുള്ളത്. ഇത് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് കസ്റ്റമർ ബൈ എത്ര ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആഡ് ടു കാർട്ടിലോട്ട് എത്ര എണ്ണം വെച്ചു, അങ്ങനെയുള്ള എല്ലാവിധ ഡാറ്റാസും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കാര്യം അനുസരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിന്റെ സെഗ്മെന്റുകൾ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇവിടെയാണ് അടുത്തൊരു കാര്യം. പലപ്പോഴും ഇവിടെ ആഡുകൾ റൺ ചെയ്യുന്ന ആൾക്കാരോട് ഉണ്ടാവും, ഈ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ എടുക്കേണ്ട അടുത്തൊരു കാര്യം, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും റീടാർഗറ്റിങ്ങിന് വേണ്ടി മാത്രമായിരിക്കും ഡാറ്റ സെറ്റ്സ് പിക്സ് ഉപയോഗിക്കുന്നുണ്ടാവാം. അതേസമയം അത് മാത്രമല്ലാതെ വെബ്സൈറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലായിക്കോട്ടെ നടക്കുന്ന ആക്ടിവിറ്റി നോക്കിയിട്ട് ആ ആക്ടിവിറ്റി അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആ സ്ട്രാറ്റജിയിൽ നിർബന്ധമായിട്ട് നിങ്ങളെ ഓഡിയൻസിന്റെ ഏജിനെ പറ്റിയും അല്ലെങ്കിൽ ജെൻഡറിനെ പറ്റിയും അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതേസമയം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, നിങ്ങൾക്ക് ആ ട്രാക്കിംഗ് സിസ്റ്റം മനസ്സിലാവുമല്ലോ. അതല്ല, വൺസ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രാക്കിംഗ് സിസ്റ്റം നോക്കിയിട്ട് നിങ്ങളുടെ ഓഡിയൻസിന്റെ ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കണം. പർച്ചേസിനേക്കാളും കൂടുതൽ നമുക്ക് എപ്പോഴും ആഡ് ടു കാർട്ടാണ് വരുന്നതെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ പ്രൈസിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവാം കൂടുതലും ഈ പറഞ്ഞ ആൾക്കാർ ആഡ് ടു കാർട്ടിലോട്ട് പോകുന്നുണ്ടാവുക. ബട്ട് ക്ലിക്ക് നടക്കുന്നുണ്ട്, ക്ലിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ബട്ട് പർച്ചേസ് നടക്കില്ല. എഗെയിൻ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബട്ട് ക്ലിക്ക് ഒന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല, നല്ല രീതിയിൽ ഇംപ്രഷൻസ് വരുന്നുണ്ട്, ആഡിലേക്ക് ഇംപ്രഷൻ വരുന്നുണ്ട്, നമ്മളെ വെബ്സൈറ്റിലേക്ക് ക്ലിക്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് മീൻസ് നിങ്ങൾ ക്രിയേറ്റീവ് അവിടെ ഓക്കെ അല്ല എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ക്യാമ്പയിൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട്. ബട്ട് തിങ് ഈസ് ആണ്, ഇതുപോലുള്ള ഈച്ച് ആൻഡ് എവറി പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ മെഷർ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡാറ്റ സെറ്റ്സ് ആൻഡ് പിക്സൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ. ഓക്കെ, വൺ സെക്കൻഡ്, ജസ്റ്റ് ഹോൾഡ് ഓൺ.
ഓക്കെ, കം ബാക്ക്. സോ ഇവിടെ ഡാറ്റ സെറ്റ്സിന് പിക്സൽ വഴിയേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ ഡാറ്റ സെറ്റ്സ് ഇൻ പിക്സൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ എന്ത് കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ബിസിനസ്സിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പോർട്ട്ഫോളിയോ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, റീടാർഗറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. റീടാർഗറ്റ് ചെയ്യണം. എന്താണ് റീടാർഗറ്റിംഗ് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ ട്രാക്കിങ്ങിന് പറയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ അടുത്തൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് റീടാർഗറ്റിംഗ് എന്നുള്ളതാണ്. ഈ വേർഡ് ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ, റീടാർഗറ്റിംഗ് എന്നുള്ള വേർഡ്? എനിവൺ? റീടാർഗറ്റിംഗ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? റീടാർഗറ്റിംഗ്, ആ വേർഡിന്റെ മീനിങ് എന്താന്ന് പറയാൻ പറ്റുമോ എനിവൺ? ഗൂഗിൾ ആഡ്സിൽ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അവിടെ എന്താ പഠിച്ചിട്ടുള്ളത് റീടാർഗറ്റിങ്ങിനെ പറ്റി? ഇവിടെ നമ്മൾ ഒരു ആഡ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കാൻ, ടാർഗറ്റഡ് പീപ്പിൾസിന് കാണിക്കാൻ. റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതാണോ പറയുന്നത്? ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി വരാണ്ടല്ലോ അവിടെ. റിപ്പീറ്റ് ചെയ്യുന്നതാണോ പറയുന്നത്? അല്ല, റിപ്പീറ്റേഷൻ മീൻസ് ആള് സെയിൽസ് വരെ പർച്ചേസ് വരെ എത്തിയിട്ട് അത് ചെയ്യാതിരിക്കുന്നവരെ നമ്മൾ ഒന്നുകൂടെ റീടാർഗറ്റ് ചെയ്ത് അത് സെയിലിലോട്ട് എത്തിക്കാൻ ആ ഒരു. ബട്ട് നമുക്ക് ഒരു ക്ലാരിറ്റിയും കൂടെ വരുത്താം, കുറച്ചൊരു ക്ലാരിറ്റിയും കൂടെ വരുത്താം. മെറ്റയുടെ പെർസ്പെക്റ്റീവില് നമ്മൾ റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക്, ഓക്കെ, അത് എനി ഏരിയ ആവാം. ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി എന്താവാം, നമ്മുടെ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ പേജസ് ആവാം. അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വന്നിട്ടുള്ള കസ്റ്റമേഴ്സ്, ഓക്കെ, വന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അഡ്വർടൈസ്മെന്റുകൾ പിന്നെയും കാണിക്കണം. ഓക്കെ, ഇപ്പം ഇയാൾ ടെസ്റ്റിംഗ് പറഞ്ഞ കാര്യം തന്നെ പിന്നെയും ആരോഗ്യത്തിലേക്ക് ആഡ് കാണിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. ബട്ട് അവിടെ ചിന്തിക്കേണ്ട കാര്യം റിപ്പീറ്റ് ആയിട്ട് പിന്നെയും മൾട്ടിപ്പിൾ കാണിക്കുക എന്നുള്ളതല്ല. വൺസ് നമ്മളെ ബിസിനസ്സിലേക്ക് വന്നവർ റിപ്പീറ്റ്ലി കാണിക്കുക എന്നുള്ളതാണ്. ഒരേ ആൾക്കാർ റിപ്പീറ്റ്ലി കാണിക്കാതെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ റിപ്പീറ്റ്ലി കാണിക്കുന്നു. ദാറ്റ് ഇസ് ഓക്കെ. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു റീടാർഗറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് എന്ത് വേണം, ആഡ് അക്കൗണ്ട് ആവശ്യമുണ്ട് അല്ലെ? ആഡ് അക്കൗണ്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, റീടാർഗറ്റിംഗുമായി ആഡ് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ആഡ് അക്കൗണ്ട് നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ആഡ് അക്കൗണ്ട്. ഇതേപോലെ നമുക്കിവിടെ ആഡ് അക്കൗണ്ട് ഉണ്ട്. ഈ ആഡ് അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റീടാർഗറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഈ ആഡ് അക്കൗണ്ടിലേക്കുള്ള ഡാറ്റാസ് പമ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഈ ഡാറ്റ സെറ്റിൽ നിന്നാണ്. ഇവിടെ വന്നുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ആഡ് അക്കൗണ്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഐ തിങ്ക് ഈസ് ദാറ്റ് ഡയറക്ട്ലി നമ്മൾ ആഡ് അക്കൗണ്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വെബ്സൈറ്റിലോ ആപ്ലിക്കേഷനിലോ ഡാറ്റ ഡയറക്റ്റ് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പകരം ഈ ബിസിനസ് പോർട്ട്ഫോളിയോയില് ഡാറ്റ സെഷൻ പിക്സലിലേക്ക് നമ്മൾ അതിനെ പുഷ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നമ്മളെ ഒരു മാപ്പ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം കാണിച്ച സെയിം രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു. ജസ്റ്റ് വെയിറ്റ് ഓൺ. ഒന്ന് ഹോൾഡ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഒന്ന് മാറ്റി ഷെയർ ചെയ്യാം. 1 സെക്കൻഡ്. ഓക്കെ, ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലേക്കോട്ടെ ആപ്ലിക്കേഷനിലേക്കോട്ടെ മറ്റേത് പ്ലാറ്റ്ഫോമിലേക്കോട്ടെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞ മെറ്റ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെബ്സൈറ്റിലെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ മെറ്റ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനൊരു എന്താണ് ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ പോലെ ഓക്കെ, ഈ കാണുന്ന പ്ലാറ്റ്ഫോം ഇതിനെ നമ്മൾ ആഡ് അക്കൗണ്ട് എന്ന് പേര് കൊടുക്കുകയാണ്. ഓക്കെ, ആഡ് അക്കൗണ്ടിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡാറ്റ എത്തേണ്ടത്. ഡാറ്റ എന്ന് പറയുന്നത്
ഈ കാണുന്ന ഇതാ ഈ വെബ്സൈറ്റിലെ ഡാറ്റ. ഓക്കെ, ഇവിടെ ഈ വെബ്സൈറ്റിലെ ഡാറ്റയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. വെബ്സൈറ്റിലെ ഡാറ്റ തന്നെ ഇവിടെ കൊടുക്കുകയാണ്. ഈ വെബ്സൈറ്റ് ഡാറ്റ നമുക്ക് ഇവിടെ എത്തിക്കേണ്ടത് നമ്മുടെ ആഡ് അക്കൗണ്ടിലേക്ക് എത്തിക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഇതിന്റെ ലൈവ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. സോ സിമ്പിൾ തിങ് ആണ്. ഇവിടെ ഡാറ്റ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ എത്തിക്കണം. ബട്ട് നമുക്കിവിടെ ഡയറക്റ്റ്ലി എത്തിക്കാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യം വെച്ചാൽ ആഡ് അക്കൗണ്ട് ഓൾറെഡി എന്താണ് നമ്മുടെ ബിസിനസ് പോർട്ട്ഫോളിയോയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്ക് ഈ ഒരു നേരെ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ബിസിനസ് പോർട്ട്ഫോളിയോ എന്ന് കൊടുക്കുകയാണ്. ബിസിനസ് പോർട്ട്ഫോളിയോ. ബിസിനസ് പോർട്ട്ഫോളിയോ കാരണം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇവിടേക്കാണല്ലോ ഡാറ്റ എത്തിക്കേണ്ടത്. ഈ ബിസിനസ് പോർട്ട്ഫോളിയോന്റെ അണ്ടറിലുള്ള ഈ ബിസിനസ് പോർട്ട്ഫോളിയോന്റെ അണ്ടറിലുള്ള ഡാറ്റ സെറ്റ് ആൻഡ് one second. പിക്സൽ. ഓക്കെ, പിക്സൽ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ടേക്കും ഈ ഒരു ആരോ വരുന്നുണ്ട്. ഇവിടെ ഡാറ്റ ഇവിടെയാണ് എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ്. ഈ ഇവിടെ ഡാറ്റ സെറ്റ് ആൻഡ് പിക്സൽ നമ്മൾ നേരത്തെ ഈ സ്ക്രീനിൽ കണ്ടതുപോലെ ഡാറ്റ സെറ്റ് ആൻഡ് പിക്സൽ ആണുള്ളത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ന്യൂ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കണം. ഇതിലാണ് നമ്മൾ ചെയ്യേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഡാറ്റ സെറ്റും പിക്സലും വരും. അവിടെ കുറേയധികം ഡാറ്റ സെറ്റുകൾ ഞാൻ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. കുറേയധികം ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്രഷ് ആയിട്ട് ഒരു ന്യൂ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കാം. ഒരു ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കുക എങ്കിൽ അവരിലേക്ക് എന്ത് വരുള്ളൂ, ഡാറ്റ വരുള്ളൂ. സോ ഇവിടെ എന്ത് ചെയ്യും, ഒരു ന്യൂ ഡാറ്റ സെറ്റ് ഇവിടെ ക്രിയേറ്റ് ആക്കുന്നു. ആഡ് കൊടുക്കുക. റൈറ്റ് ടോപ്പിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം, ഡാറ്റ സെറ്റിന് ഒരു പേര് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ജാസ്പേഴ്സ് മാർക്കറ്റ് ഡാറ്റ എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പേജിന്റെ പേര്, നമ്മുടെ ബിസിനസിന്റെ പേര് എന്താണോ ആ പേര് കൊടുത്തിട്ട് വെബ്സൈറ്റ് ഡാറ്റ ആണെങ്കിൽ വെബ്സൈറ്റ് ഡാറ്റ അങ്ങനെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ കൊടുക്കുക. ഞാൻ തൽക്കാലം എനിക്ക് മനസ്സിലാവാൻ PM വെബ്സൈറ്റ് ഡാറ്റ എന്ന് കൊടുക്കുകയാണ്. ഡാറ്റ എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആണിത്. ഒരു കാറ്റഗറി ഫിക്സ് ചെയ്യാന്നുള്ളത്. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് കാണാം, എക്കണോമിക് ആൻഡ് ആ ഒരു ഓപ്ഷൻ കാണാം, ഫിനാൻസ് സർവീസ് കാണാം, ഹെൽത്ത്, നാഷണൽ പൊളിറ്റിക്സ്, റിലീജിയൻ, അങ്ങനത്തെ എന്തെങ്കിലും കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷൻ പിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഓപ്ഷൻ ഒന്നും പിക്ക് ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, ക്രിയേറ്റ് ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. ഈ ക്രിയേറ്റ് ബട്ടൺ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡാറ്റ സെറ്റ് ഇവിടെ ക്രിയേറ്റ് ആക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കുമ്പോൾ ആദ്യമേ ഏത് ആഡ് അക്കൗണ്ടുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ, കാലിക്കറ്റ് അക്കൗണ്ട് കാണാം, അതുപോലെ തന്നെ എന്ത് കാണാൻ വേണ്ടി പറ്റും, കൊച്ചി അക്കൗണ്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തന്നില്ലേ, അതായത് ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇവിടെ ഡാറ്റ സെറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ആക്കി. ഈ ഡാറ്റ സെറ്റ് ആണ് ഇപ്പൊ ഞാൻ അവിടെ ചെയ്ത് കാണിച്ചുള്ളത്. ഈ ഡാറ്റ സെറ്റ് ക്രിയേറ്റ് ആക്കുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം ഇതില് ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോയിൽ ആണ് ഡാറ്റ സെറ്റും ഈ ആഡ് അക്കൗണ്ട് ഉള്ളത്. ഓട്ടോമാറ്റിക്കലി നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇവിടെയുള്ള ഡാറ്റ സെറ്റിലെ ഡാറ്റ ആഡ് അക്കൗണ്ടിലോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു ആരോ ഞാൻ എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അതാവുമ്പോൾ നിങ്ങൾ കറക്റ്റ് അതിൻ്റെ ഒരു പോയിന്റ് കിട്ടും. ആരോ ഞാൻ എങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡാറ്റാസിലെ ഡാറ്റ എന്ത് ചെയ്യും, നേരെ ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്ക് വരുന്നു. ബിസിനസ് പോർട്ട്ഫോളിയോയിൽ നിന്ന് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു, ആഡ് അക്കൗണ്ടിലേക്ക് പോകുന്നു. ആ ഒരു ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ കാണിച്ചുള്ളത്. ഇതിൽ ഏതാണോ ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇതിന്റെ ഏറ്റവും ഇനീഷ്യൽ ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ എന്താന്നുള്ളത്? ഓക്കെ
ഓക്കെ, നേരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്ഷൻ കൊടുത്തിവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഓപ്ഷൻ പോപ്പപ്പ് കാണിക്കും. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കറന്റ് ഓക്കെ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നില്ല, ഇതെന്ന് ഞാൻ പറയാം. നേരെ ഇവിടെ എന്ത് ചെയ്യുന്നു, ക്ലോസ് കൊടുക്കുന്നു. സോ ദാറ്റ് മീൻസ് നമ്മളുടെ PM വെബ്സൈറ്റ് ഡാറ്റ എന്നുള്ള കാര്യം ഇവിടെ എന്തായിട്ടുണ്ട്, ഒരു ഡാറ്റ സെറ്റ് ആൻഡ് പിക്സലോട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇഫ് നിങ്ങൾക്ക് നേരത്തെ കണ്ട ആഡ് അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള പോപ്പപ്പ് നിങ്ങൾക്ക് വന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നേരത്തെ ഇവിടെ കാണിച്ചില്ലേ കാലിക്കറ്റ് ഓർ കൊച്ചി ആഡ് അക്കൗണ്ട് കണക്ട് എന്നുള്ളത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും ഈ കണക്ട് അസറ്റ്സ് കണ്ടോ, നിങ്ങൾ കണക്ട് അസറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഈ കണക്ട് അസറ്റ്സ് ഓപ്ഷൻ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0 അസറ്റ് കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നുണ്ടാവുക. ബട്ട് ഇവിടെ ഞങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് അസറ്റ് കണക്ട് ചെയ്തായിട്ട് കാണിക്കും. ബട്ട് നിങ്ങൾക്ക് എന്ത് ഇവിടെ കണക്ട് അസറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ആഡ് അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഇവിടെ കണക്ട് ചെയ്തുകൊണ്ട് കാണിക്കാത്തത് ഇഫ് നിങ്ങൾക്ക് ആ പോപ്പപ്പ് വന്നില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇനീഷ്യലി നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു ഡാറ്റ റിസീവ് ചെയ്യാനുള്ള പോയിന്റ് മാത്രമേ നമ്മൾ എന്താക്കിയിട്ടുള്ളൂ, സെറ്റ് ആക്കി വെച്ചിട്ടുള്ളൂ. ഡാറ്റ സെറ്റ് മാത്രമേ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളൂ. ഡാറ്റ എങ്ങനെ കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിന്റെ പോയിന്റ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, കണക്ട് ആക്കിയിട്ടില്ല. അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡാറ്റ എങ്ങനെ ഈ ഒരു ഡാറ്റ സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ടൂൾ ആവശ്യമുണ്ട്. ഇതിനായിട്ട് നമുക്കൊരു ടൂൾ ആവശ്യമുണ്ട്. ആ ടൂളാണ് അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ടൂളിന്റെ പേരാണ് ഞാൻ അടുത്തോടെ ട്രാക്ക് ചെയ്ത് കൊടുക്കുന്നത്. ടൂളിന്റെ പേരാണ് ഇവന്റ്സ് മാനേജർ. ടൂളിന്റെ പേരാണ് ഇവന്റ്സ് മാനേജർ. ഇവന്റ്സ് മാനേജറിലെ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ആ പ്ലാറ്റ്ഫോമിലെ ഡാറ്റ നിങ്ങൾക്ക് ബിസിനസ് പോർട്ട്ഫോളിയോയിലെ ഡാറ്റ സെറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ഈ ടൂൾ. നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന അടുത്തൊരു ടൂളാണ് ഈ പറഞ്ഞ ഇവന്റ്സ് മാനേജർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇവന്റ്സ് മാനേജർ ഉപയോഗിച്ചിട്ട് ഇതിലെ ത്രൂ ആയിരിക്കും നമ്മൾ ഡാറ്റ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു ഇവന്റ്സ് മാനേജർ ഇത് നമുക്ക് എവിടെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ, നിങ്ങൾ ഇതേപോലെ നേരെ എന്ത് ചെയ്യാം, PM വെബ്സൈറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലേ, ഇവിടെ തന്നെ നിങ്ങൾക്ക് നോ ഡാറ്റ റിസീവ്ഡ് ഇവന്റ്സ് കാണാൻ വേണ്ടി പറ്റും. അതിന് തൊട്ടതായിട്ട് ഗോ ടു ഇവന്റ്സ് മാനേജർ എന്ന് കാണാം. ഗോ ടു ഇവന്റ്സ് മാനേജർ. ഈ ഗോ ടു ഇവന്റ്സ് മാനേജറിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂ ടാബിലേക്കായിരിക്കും പോകുന്നുണ്ടാവാം. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒരു ന്യൂ ടാബിലോട്ടേക്ക് മാറും. സോ ന്യൂ ടാബിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ന്യൂ ടാബ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇവന്റ്സ് മാനേജർ എന്ന് പറയുന്നത്. ന്യൂ ടാബിൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഇവന്റ്സ് മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ കണക്ട് ഡാറ്റ, ഓവർവ്യൂ, ഡാറ്റ സെറ്റ്സ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് കണക്ട് ഡാറ്റ, ഓവർവ്യൂ, ഡാറ്റ സെറ്റ്സ് കാണാൻ വേണ്ടി പറ്റും. ഇതിലാണ് നമ്മൾ ഡാറ്റ സെറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യം വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടാവുക. ഇവിടെ കുറേ അധികം ഇവന്റ്സ് മാനേജറിലെ ഡാറ്റ സെറ്റ് കാണാൻ വേണ്ടി പറ്റും. ഒരു ഇവന്റ്സ് മാനേജറിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ സെറ്റ്, അതായത് ബിസിനസ് പോർട്ടലിലെ ഡാറ്റ സെറ്റും നമ്മുടെ തേർഡ് പാർട്ടി ടൂൾ ആയിട്ടുള്ള വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ ആ പ്ലാറ്റ്ഫോമിൽ തമ്മിൽ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു മിഡിൽമാന്റെ പണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സെറ്റിനുള്ളത്. ശരിക്കും നമുക്ക് ഡാറ്റ കിട്ടുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റിലെ ഡാറ്റ സെറ്റ് കിട്ടുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. ഇതാണ് നമ്മളുടെ മെയിൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ കാണുന്ന ഇവന്റ്സ് മാനേജർ. ഓക്കെ, ഇതൊന്ന് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. കുറച്ചുകൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഇവന്റ്സ് മാനേജർ. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കളർ എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു റെഡ് പോലെ കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പ്ലാറ്റ്ഫോം. ഇവിടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നതാവുക, എല്ലാ ഡാറ്റാസും കാര്യങ്ങളും റിസീവ് ആകുന്നുണ്ടാവുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് നമുക്ക് എന്ത് ഇവിടെ ഈ ആഡ് അക്കൗണ്ടിലേക്ക് ഈ ഒരു ഡാറ്റേനെ എത്തിക്കാൻ വേണ്ടി പറ്റും. സോ ഇവന്റ്സ് മാനേജർ നമ്മൾ എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ്, അതായത് എല്ലാ ട്രാക്കിംഗ് പ്രോസസ്സുകളും കണക്ട് ചെയ്യാനും എല്ലാത്തിനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവന്റ്സ് മാനേജറാണ്. സോ അതിൽ നിങ്ങൾക്ക് കുറേയധികം ഇവന്റ്സുകൾ കാണാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഇവന്റ് ആക്ടിവിറ്റികൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിലൊന്നാണ് കൺവേർഷൻ API എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ് കൺവേർഷൻ API എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സെറ്റപ്പ് മെറ്റാ പിക്സൽ എന്ന് പറയുന്നത്. സെറ്റപ്പ് മെറ്റാ പിക്സൽ. ആൻഡ് തേർഡ് വണ്ണാണ് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് മൊബൈൽ ആപ്പ്. ആൻഡ് ദ ഫൈനൽ വൺ എന്ന് പറയുന്നത് CSV ഫയലാണ്. 4 രീതിയിലാണ് നമുക്കിവിടെ ഇവന്റുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക.
4 രീതിയിൽ നമുക്ക് എന്ത് ഇവിടെ ഇവന്റുകൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ ഇപ്പം ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ഓപ്ഷനുള്ള മെറ്റാ പിക്സൽ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്, ബട്ട് ഇവിടെ നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെറ്റാ പിക്സൽ ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണ് സെറ്റപ്പ് മെറ്റാ പിക്സൽ കാണാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഗ്യാദർ വെബ്സൈറ്റ് ഇവന്റ്സ് ഫ്രം ബ്രൗസർ ആക്ടിവിറ്റി എന്നുള്ളതാണ്. ഗ്യാദർ വെബ്സൈറ്റ് ഇവന്റ്സ് ഫ്രം ബ്രൗസർ ആക്ടിവിറ്റി. സോ ഇവിടെ നോക്കുന്ന സമയത്ത് സെറ്റപ്പ് മെറ്റാ പിക്സൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ വെബ്സൈറ്റിനെ ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡാറ്റ ഈസിലി നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് റീടാർഗറ്റിംഗ് ആയിക്കോട്ടെ, ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ കാര്യങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്ലിയർ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ഒന്ന് പറയണേ. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ ഫൈൻ. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ നേരെ സെറ്റപ്പ് മെറ്റാ പിക്സൽ ഓപ്ഷൻ കണ്ടല്ലേ, ഇവിടെ ഈ സെറ്റപ്പ് മെറ്റാ പിക്സൽ ഓപ്ഷൻ, ഈ ഒരു ഓപ്ഷനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ക്ലിക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ 2 ഓപ്ഷൻസ് ആണ്. കണക്ട് വെബ്സൈറ്റ് ആക്ടിവിറ്റി യൂസിങ് പിക്സൽ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതിൽ 2 രീതിയിൽ എനിക്ക് എന്ത് ഇവിടെ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം മാനുവൽ കോഡ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ കോഡ് മാനുവലി എന്നുള്ളതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു HTML ജാവാസ്ക്രിപ്റ്റ് കോഡായിരിക്കും. ആ കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡറിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ മതി. അതായത് ഒരു HTML ജാവാസ്ക്രിപ്റ്റ് കോഡായിരിക്കും. ആ കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോഡ് നമ്മുടെ ഹെഡറിൽ, അതായത് വെബ്സൈറ്റിന്റെ ഹെഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു, പ്രോസസ് ഇവിടെ കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറയാം യൂസ് ഇന്റഗ്രേഷൻ ഉള്ളതാണ്. ചെക്ക് യുവർ വെബ്സൈറ്റ് എലിജിബിൾ ഫോർ ഇന്റഗ്രേഷൻ വൺസ് യുവർ സപ്പോർട്ടഡ് പ്ലാറ്റ്ഫോംസ് വെച്ചാൽ ഷോപ്പിഫൈ, വേർഡ്പ്രസ്. ഈ ഷോപ്പിഫൈ, വേർഡ്പ്രസ് പോലുള്ള സൈറ്റുകളാണെങ്കിൽ നമ്മൾ പല വെബ്സൈറ്റുകളിലെ ഡാറ്റ നമ്മൾ ഗ്യാദർ ചെയ്ത് നമ്മുടെ മെറ്റാ പിക്സലിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻസ്റ്റാൾ കോഡ് മാനുവലി ആണ്, മറ്റൊന്ന് എന്താണ് ചെക്ക് ഫോർ പാർട്ണർ ആണ്. നിങ്ങളുടെ കോഡിംഗ് സൈറ്റ് ആണെങ്കിൽ ഇപ്പം HTML ജാവാസ്ക്രിപ്റ്റ് പോലത്തെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈത്തൺ അങ്ങനത്തെ പോലത്തെ ഒക്കെ കുറെ കോഡിംഗ് സൈറ്റുകളുണ്ട്. അതിനെപ്പറ്റി അറിയില്ലേ? കോഡിംഗ് സൈറ്റ് എന്താന്നുള്ളത്, കോഡിംഗ് വെബ്സൈറ്റുകളെ പറ്റി അറിയില്ലേ? കേട്ടിട്ടുണ്ട് സാർ. കേട്ടിട്ടുണ്ട്. സോ ആക്ച്വലി കോഡിംഗ് സൈറ്റുകൾ എന്ന് പറയുന്നത് ഇപ്പം അത് ആക്ച്വലി എന്താണ്, വേറെ തന്നെ ഒരു സെഗ്മെന്റ് ആണ് വരുന്നത്. വെബ്സൈറ്റുകൾ നമുക്ക് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് ഈ പറയുന്ന പോലെ CMS സിസ്റ്റം ലൈക്ക് വേർഡ്പ്രസ് പോലെ ജസ്റ്റ് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓപ്ഷൻ വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മൾ കോഡ് വഴി വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സോ കോഡിംഗ് സൈറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇൻസ്റ്റാൾ കോഡ് മാനുവലി എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു വേർഡ്പ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഷോപ്പിഫൈയുടെ പോലത്തെ സൈറ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചെക്ക് ഫോർ പാർട്ണർ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ജസ്റ്റ് ചെക്ക് ഫോർ പാർട്ണർ ഓപ്ഷൻ കാണിക്കാം. അതിനുശേഷം ഞാൻ ഇൻസ്റ്റാൾ കോഡ് മാനുവലി കാണിക്കാം. 2 ഓപ്ഷൻ കാണിക്കാവുന്നതാണ്. സോ ഇതിൽ ചെക്ക് ഫോർ പാർട്ണർ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നുണ്ടാവുക. നിങ്ങളുടെ സൈറ്റ് ഇതുപോലെ ഷോപ്പിഫൈ ആയിക്കോട്ടെ, പിക്സൽ യൂസർ സൈറ്റ് ആയിക്കോട്ടെ, വേർഡ്പ്രസ്, വൂക്കോമേഴ്സ്, വിക്സ് അങ്ങനെയുള്ള ഇതിൽ കാണുന്ന ഏതെങ്കിലും സൈറ്റ് ആയിക്കോട്ടെ, ഇതിൽ കാണുന്ന ഏത് സൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സൈറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങൾ കുറെ അധികം ഓപ്ഷൻസ് ഇവിടെ കാണും കേട്ടോ. ഇതേപോലെ ഇൻഫിനിറ്റി ആയിക്കോട്ടെ, ഇങ്ങനെ ഏത് പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാൻ വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടും പരിചയമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന വേർഡ്പ്രസ് ആയിരിക്കും. ഈ വേർഡ്പ്രസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ എപ്പോഴും ഫെമിലിയർ ആയിട്ട് ഉണ്ടാവുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ വേർഡ്പ്രസ് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. വേർഡ്പ്രസ് ഓപ്ഷൻ കൊടുത്തിട്ട് നേരോട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടാവുക ഇതുപോലെ ഇന്റർഫേസ് ആയിരിക്കും. അപ്പൊ നമ്മളോട് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ഈ കാണുന്ന പോലെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറയും. സോ പ്ലഗിൻ ആക്ച്വലി നമ്മളോട് നോക്കുകയാണെങ്കിൽ ക്ലിക്ക് പ്ലഗിൻസ് ആൻഡ് ചൂസ് ഫയൽ, സെലക്ട് ഫേസ്ബുക്ക് പിക്സൽ എന്ന് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ വേർഡ്പ്രസ് സൈറ്റ് ആണെങ്കിൽ അവിടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. പ്ലഗിന്റെ പേരാണ് ഫേസ്ബുക്ക് പിക്സൽ എന്ന് സെർച്ച് ചെയ്താൽ മതിയോ. ഫേസ്ബുക്ക് പിക്സൽ ഫോർ വേർഡ്പ്രസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു പിക്സൽ ഒരു പ്ലഗിൻ കിട്ടുന്നതായിരിക്കും. ആ പ്ലഗിൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് നെക്സ്റ്റ് ഈ ഒരു ഓപ്ഷനിലേക്ക് പോവാം. പോയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും, സെറ്റിംഗ്സിൽ പോയിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഫേസ്ബുക്കിന്റെ ഒരു ഓപ്ഷൻ ഗെറ്റ് സ്റ്റാർട്ട് കാണാം. അവിടെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്താൽ നിങ്ങൾ അടുത്തൊരു കാര്യം കാണേണ്ട വെരിഫിക്കേഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് എന്താണ്, അവിടെ നിങ്ങൾക്ക് ഒരു URL കിട്ടുന്നതായിരിക്കും. അവിടെ നിന്ന് ഒരു കണക്ഷൻ URL കിട്ടുന്നതായിരിക്കും.
ഐ മീൻ നിങ്ങളുടെ വേർഡ് പ്രസ് URL, വേർഡ് പ്രസിന്റെ URL എന്താണോ അത് അവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, എന്റെ സൈറ്റ് കൊടുക്കാം. ആക്ച്വലി സൈറ്റ് ഡൗൺ ആണ്, ബട്ട് എന്താ ഞാൻ കൊടുത്തു നോക്കാം, നിങ്ങൾക്ക് അവിടെ വർക്ക് ആവും നോക്കാം. സോ അതിന്റെ സൈറ്റിന്റെ URL ഞാൻ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെയ്യുന്നു, URL ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്റെ സെൻഡ് ടെസ്റ്റ് ട്രാഫിക് കൊടുക്കുകയാണ്. ആക്ച്വലി ഞാൻ അവിടെ കണക്ട് ചെയ്താലേ പറ്റുള്ളൂ, ബട്ട് ഇപ്പം കറന്റ് എന്താണ് എന്റെ ഡൗൺ ആയതുകൊണ്ട് കാണില്ല. അത് കൊടുത്ത് നിങ്ങൾ നേരെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത് ട്രാഫിക് ഇവിടെ വർക്ക് ആവില്ല. നെക്സ്റ്റ് പോയി ഇവന്റ് സെറ്റപ്പ് കൊടുത്ത് കൺഫർമേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് ഒരു വേർഡ് പ്രസ് സൈറ്റ് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. എന്റെ ലൈവ് ആവാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണില്ല, ബട്ട് ഇവിടെ നേരെ കൊടുത്ത് സെറ്റപ്പ് ഇവന്റ്സ് കൊടുത്ത് കൺഫേം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പരിപാടി അവിടെ കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ വേർഡ് പ്രസ് വഴി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്ലിയർ ആണോ? പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അതെ, പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷമാണ് ചെയ്യേണ്ടത്. Okay. പ്ലഗിന്റെ പേരാണ് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കിലോട്ട് വരുന്നു. പ്ലഗിന്റെ പേരാണ് ഫേസ്ബുക്ക് പിക്സൽ ഫോർ വേർഡ് പ്രസ് എന്നുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാൻ നിങ്ങൾക്ക് എന്റെ ബാക്ക് എൻഡിലോട്ട് വരാം. 1 സെക്കൻഡ്. One second, just hold on. ഞാൻ വേർഡ് പ്രസിന്റെ ബാക്ക് എൻഡ് ഒന്ന് ലോഗിൻ ചെയ്യണം. ജസ്റ്റ് വെയിറ്റ് ഓൺ. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ അല്ലേ? വേർഡ് പ്രസ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല എല്ലാവർക്കും? അറിയോ എന്താ അവസ്ഥ? വേർഡ് പ്രസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഓക്കെ. സോ വേർഡ് പ്രസ് സൈറ്റിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ എൻ്റെ കുറച്ച് പ്ലഗിൻസ് കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റും. കുറെ ആയിട്ട് ഇത് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്, അപ്ഡേറ്റ് കാണിക്കുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുക, ആഡ് പ്ലഗിൻ കൊടുക്കാം. ഓക്കെ, ആഡ് പ്ലഗിൻ കൊടുത്തിട്ട് ആഡ് പ്ലഗിൻ കൊടുക്കാം. ഇവിടെ സെർച്ച് ബാറിലോട്ട് പോവാം. ഓക്കെ, സെർച്ച് ബാറിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്യാം, ലൈക്ക് ഫേസ്ബുക്ക്. മെറ്റ പിക്സൽ ഫോർ വേർഡ് പ്രസ് എന്ന് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഇതിൽ സൈറ്റിന്റെ എക്സാക്ട് പേര് വരുന്നത് രണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഫേസ്ബുക്ക് പിക്സൽ ഫോർ അത് അപ്ഡേറ്റ് ആയി വന്നിട്ടുണ്ടാവും. ഏതാണെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേർഡ് പ്രസിന്റെ
ഇത് തന്നെയാണ് വരുന്നത്. ഫേസ്ബുക്ക് പിക്സൽ 4 അതിന്റെ ഒരു അപ്ഡേറ്റ് വന്നാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. ഓക്കെ, ഇൻസ്റ്റാൾ നൗ കൊടുക്കാം. ഇൻസ്റ്റാൾ നൗ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാതെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കുക. ഇൻസ്റ്റാൾ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇത് ആക്റ്റീവ് കൊടുക്കണം. ഇൻസ്റ്റാൾ കഴിഞ്ഞിട്ട് ആക്റ്റീവ് കൊടുക്കണം. ആക്റ്റീവ് ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് എന്തായിട്ടുണ്ട്, ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ ഓപ്ഷൻ നമുക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാനത് ഇവിടെ റിഫ്രഷ് ചെയ്യണം. മേ ബി നമുക്ക് ഇവിടെ തന്നെ സൈഡ് ബാർ തന്നെ ഒരു എക്സ്ട്രാ ഓപ്ഷൻസ് ഓപ്പൺ ആവും. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ഇവിടെ സെറ്റിംഗ്സിലോട്ടേക്ക് വരാവുന്നതാണ്. ഇതിന്റെ ഓപ്ഷൻ പറയുന്നത് സെറ്റിംഗ്സിലോട്ടേക്ക് വരാമെന്നുള്ളതാണ്. സോ ഇതിന്റെ ഓരോ സ്റ്റെപ്സും ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, കറണ്ട് ഫേസ്ബുക്കിന്റെ ഓപ്ഷനിൽ 1 സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കുന്നതാണ്. സോ നേരെ എന്ത് ചെയ്യുന്നു, സെറ്റിംഗ്സ് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. വെയിറ്റ് ഓൺ, ഒന്നുകൂടെ പ്ലഗിൻസിലോട്ടേക്ക് ഒന്ന് പോവാണ്. വെയിറ്റ് ഓൺ. ഇത് ആക്ച്വലി ഈ ഒരു മെത്തേഡിലേക്ക് നമ്മൾ പോവാറില്ല. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിർബന്ധമായിട്ട് ഈ ഒരു സെറ്റിംഗ്സിലേക്കാണ് വരുന്നത്. ഇതിന്റെ ഓപ്ഷൻ കാണിച്ചു തരുന്നതാണ്. നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് പോകേണ്ട കാര്യമില്ല. പ്ലഗിൻസിലെ ഓപ്ഷനിലേക്ക് വരിക. പ്ലഗിൻസിന്റെ ഓപ്ഷനിൽ, അതായത് ഈ ഒരു പ്ലഗിൻസ് ഓപ്ഷനിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ സെറ്റിംഗ്സിലോട്ടേക്ക് പോവാം. രണ്ട് സെറ്റിംഗ്സ് ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ബട്ട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വേർഡ്പ്രസ്സിൽ. സോ ഈ ഒരു ഓപ്ഷനിലേക്ക് പോവാം. നേരെ എന്ത് ചെയ്യുക, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കെ, ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതേപോലെ നമ്മുടെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതല്ലേ, ജസ്റ്റ് ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കണക്ട് ചെയ്ത് നമ്മുടെ വേർഡ്പ്രസ്സും അക്കൗണ്ട് നമ്മൾ എന്തായിരിക്കും ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആക്ച്വലി ഈ ഒരു മെത്തേഡ് ഇവിടെ ഫോളോ ചെയ്യാറില്ല, അതുകൊണ്ടാണ് നിങ്ങൾ കണക്ട് ചെയ്ത് കാണിച്ചു തരാത്തത്. ഇതിന് പകരം നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്. ബട്ട് ഇവിടെ ഇത്രയും കാര്യം ചെയ്താൽ ഇത് കണക്ട് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് കണക്ട് ചെയ്ത് കൺഫേം എടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു മെയിലും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു വേ ഓഫ് കണക്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മെയിൻ അക്കൗണ്ട് ആണോ അപ്പൊ കണക്ട് ചെയ്യുക, അതോ പേജ് ആണോ? മെയിൻ അക്കൗണ്ട് ആണ് കണക്ട് ചെയ്യുക. കണ്ടില്ലേ, ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക. നമ്മളുടെ കണ്ടിന്യൂ വിത്ത് നമ്മുടെ അക്കൗണ്ട് ചോദിക്കും. ഓക്കെ, കണ്ടിന്യൂ വിത്ത് ദാഷൻ കേപ്പ് ചോദിക്കുന്നുണ്ട്. ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബാക്കിലുള്ള ഓപ്ഷൻസ് എല്ലാം ഡിസേബിൾ ആകാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പിന്നെ റീസെറ്റ് ചെയ്യേണ്ടി വരും, നോ പ്രോബ്ലം. ബട്ട് ഇവിടെ എന്തെങ്കിലും കൊടുത്തു നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, എൻ്റെ നിലവില് ഓക്കെ ബിസിനസ് പോർട്ട്ഫോളിയോ നമ്മളോട് ചൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഏതാണോ ബിസിനസ് പോർട്ട്ഫോളിയോ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ബിസിനസ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ നമ്മളോട് ഏത് പേജാണ് ചോദിക്കും, ഏത് പേജിന് ഞാൻ ചോദിക്കുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, പേജ് ഇവിടെ ഇതേപോലെ പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ എത്തിയിട്ട് നമുക്ക് നമ്മുടെ പേജ് ചൂസ് ചെയ്യാം. യെസ്, എക്സാക്ട്ലി. ഇപ്പൊ എന്റെ പേജ് ഇവിടെ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോവാം. എന്നിട്ട് ഇതിൽ ചോദിക്കേണ്ടത് ആഡ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെയ്യണം ചോദിക്കേണ്ടത്. സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു. ദെൻ ആഡ് അക്കൗണ്ട് ഏതാണ് കണക്ട് ചെയ്യാൻ ചോദിക്കേണ്ടത്. ഇവിടെ കുറെ ആഡ് അക്കൗണ്ട് എനിക്ക് അവൈലബിൾ ആണല്ലോ. അപ്പം അത് ഏത് ആഡ് അക്കൗണ്ടാണ് കണക്ട് ചെയ്യാൻ ചോദിക്കേണ്ടത്. ഇതിൽ ആഡ് അക്കൗണ്ട് യു നീഡ് അഡ്മിന്റെ ഓപ്ഷനൊക്കെ ചോദിക്കേണ്ടത്. എൻ്റെ ആഡ് അക്കൗണ്ട് ഇതിലൊന്നും one second guys. Actually something went wrong. നമ്മുടെ ആഡ് അക്കൗണ്ട് എല്ലാം തന്നെ ഇവിടെ വിസിബിൾ ആയിരിക്കും. ഇറ്റ്സ് നോ ആക്റ്റീവ് എന്നാണ് പറയുന്നത്. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് അക്കൗണ്ട് ഇവിടെ അവൈലബിൾ ആവേണ്ടതാണ്. നോട്ട് സപ്പോർട്ട് ദിസ് ആക്ഷൻ എന്ന് പറയേണ്ടത്. ഇവിടെ ആഡ് അക്കൗണ്ട് കൂടെ കണക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇവിടെ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റെപ്സ് എല്ലാം ഇവിടെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിന് വേറെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് നോട്ട് എലിജിബിൾ പറയുന്നുണ്ട്. ആഡ് അക്കൗണ്ട് ഇസ് ഡിഫറെന്റ് ബിസിനസ് മാനേജർ സെലക്ടഡ്.
ബിസിനസ് മാനേജർ സെലക്ട് ചെയ്തത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള അതും ഒരു പ്രശ്നമുണ്ട് അവിടെ. ദിസ് വൺ സെലക്ട് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ആക്ച്വലി ആഡ് അക്കൗണ്ട് ഉള്ള ഒരു ഓപ്ഷൻ. യെസ്, അതിലുള്ള 2 ആഡ് അക്കൗണ്ട് കൂടെ സെലക്ട് ആയിട്ടുണ്ട് അല്ലേ. ഇത് അവൈലബിൾ ആണ്. നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത പോർട്ട്ഫോളിയോ വേറെ ആയിരുന്നു, അതുകൊണ്ടാണ് പറ്റിയത്. ഇവിടെ നമുക്ക് എന്താണ് ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ എന്ത് ചെയ്യാം, ആഡ് അക്കൗണ്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്ത പിക്സൽ ഇവിടെ കണക്ട് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പിക്സൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സെറ്റ് നമ്മുടെ നിലവിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ നിലവിൽ ഡാറ്റ സെറ്റ് പിക്സൽ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത് കണ്ടോ, നമ്മളുടെ CD ക്യാമ്പയിൻസ് പറഞ്ഞിട്ടുള്ള ബിസിനസ് പോർട്ട്ഫോളിയോയിലാണ്. ബട്ട് ഞാൻ അവിടെ കണക്ട് ആക്കിയിട്ടുള്ളത് ഏതാണ്, എൻ്റെ അക്കൗണ്ടാണ്. ഇത് രണ്ടും മാറിയത് കൊണ്ടാണ് എനിക്ക് അവിടെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ആക്കിയിട്ടുള്ള PM വെബ്സൈറ്റിൽ കാണാത്തത്. അപ്പൊ രണ്ടും അവിടെ എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഞാൻ ഇത് കൊടുക്കാത്ത റീസൺ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കമ്പനിയുടെ ആയതുകൊണ്ടും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ആണ് ഈ ആക്ഷൻ KP എന്ന് പറയുന്നത്. രണ്ടും കൂടെ അവിടെ ലിങ്ക് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. ഒന്നുമില്ല, എല്ലാം സെയിം ആയാൽ മതി. പ്ലാറ്റ്ഫോമുകൾ തമ്മിലെല്ലാം തന്നെ എന്തായാൽ മതി, സെയിം ആയ ഈ പ്രോസസ് എന്താണ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഓക്കെ, ഫൈൻ. പക്ഷെ തൽക്കാലം അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്. കാരണം ഈ ഒരു മെത്തേഡ് അല്ല പൊതുവേ നമ്മൾ എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. ഇതിന് പകരം നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതും കൂടെ അവിടെ കാണിച്ചു തരാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എഗെയിൻ എന്ത് ചെയ്യുക, ഒരു ഓപ്ഷനിലേക്ക് വരിക. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ പറഞ്ഞു വെച്ചാൽ സെറ്റപ്പ് മെറ്റാപിക്സൽ കൊടുക്കുക. ഓക്കെ, സെറ്റപ്പ് മെറ്റാപിക്സൽ കൊടുത്തിട്ട് ചെക്ക് ഫോർ പാർട്ണർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ചെക്ക് ഫോർ പാർട്ണർ കാണാം. അത് നമ്മളിപ്പോൾ പറഞ്ഞു. അത് കൂടാതെ ഇൻസ്റ്റാൾ കോഡ് മാനുവലിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റാൾ കോഡ് മാനുവൽ, ചെക്ക് ഫോർ പാർട്ണർ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അത് കൂടെ നമുക്ക് എന്താണ് ഇവിടെ ഇൻസ്റ്റാൾ കോഡ് മാനുവലിൽ നിന്ന് കാണാം. ഈ സംഭവം നമ്മൾ എന്ത് ഇവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ലോഡ് ചെയ്ത് ഒരു കോഡ് വരുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കോഡിംഗ് സൈറ്റുകൾക്കാണ് നമ്മൾ യൂസ് ചെയ്യാറെന്നുള്ളത്. ബട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഓപ്ഷൻ നമുക്ക് വേറൊരു മെത്തേഡ് വഴി നമുക്കിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ആ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ടാഗ് മാനേജർ എന്നുള്ള ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഡ് ഇവിടെ ജനറേറ്റ് ആക്കിയിട്ട് ആ കോഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ആഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് നോർമൽ വേർഡ്പ്രസ് ആയിക്കോട്ടെ, ഇപ്പൊ കോഡിംഗ് സൈറ്റ് ആണെങ്കിൽ ഇവിടെ കാണുന്ന കോഡില്ലേ, ഈ കോഡ് കോപ്പി ചെയ്തിട്ട് ആ കോഡിംഗ് സൈറ്റിന്റെ ബാക്ക് എൻഡിൽ പോയിട്ട് അതിന്റെ എന്താ പറയാ ഹെഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. കോഡിംഗ് സൈറ്റിന്റെ ഹെഡറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ ഒരു വേർഡ്പ്രസ് സൈറ്റ് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അതായത് അതിന്റെ ആവശ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നമുണ്ട് വേർഡ്പ്രസിന്. കാരണം വേർഡ്പ്രസ് കോഡിംഗ് അല്ലല്ലോ. വേർഡ്പ്രസ് കോഡിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു കോഡ് ആഡ് ചെയ്യാൻ വേണ്ടിയേ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ടാഗ് മാനേജർ എന്ന് പറയുന്നത്. ടാഗ് മാനേജർ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? ടാഗ് മാനേജർ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ. അപ്പൊ ഈ വേർഡ് പ്രസിൽ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്താണെന്നപ്പോ വേർഡ് പ്രസിൽ എവിടെയാ കണ്ടിട്ടുള്ളത്? അല്ല, എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടിട്ടുള്ള പോലെ ഒരു ഓർമ്മയുണ്ട്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് എവിടുന്നോ അത് കണ്ട പോലെ ഒരു ഓർമ്മയുണ്ട്. അത് കറക്റ്റ് ആണോ എനിക്കറിയില്ല, അതോ ഒരു ഫോൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിലൊരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അതിന്റെ മൾട്ടി വേരിയന്റുകൾ വരുന്നുണ്ട് ഈ ഒരു കോഡ് കാണിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവുക സ്നിപ്പറ്റുകളായിരിക്കും. സ്നിപ്പറ്റുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, സ്നിപ്പറ്റ് എന്നാണ് നമ്മൾ പറയണ്ടാവുക. നമുക്കിവിടെ സ്നിപ്പറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതായത് സ്നിപ്പറ്റുകൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചെയ്യാം, ഈ കോഡ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ കോപ്പി കോഡ് ഇവിടെ കോപ്പി ചെയ്യുന്ന കോഡ്, ഈ കോഡ് എടുത്തിട്ട് ഈ വേർഡ്പ്രസ് സൈറ്റില്ലേ, ഈ വേർഡ്പ്രസ് സൈറ്റിന് തന്നെ ബാക്ക് എൻഡിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ടാഗ് മാനേജർ ഒന്നും ഇല്ല, നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് എൻഡിൽ ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, പ്ലഗിൻസിലോട്ട് പോയിട്ട് ഒരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ അത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലഗിനാണ് ഹെഡർ ഫൂട്ടർ കോഡ് മാനേജർ എന്ന് പറയുന്നത്. ഈ ഹെഡർ ഫൂട്ടർ കോഡ് മാനേജർ നമ്മളിവിടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെ HFC എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും.
ഇവിടെ HMCMൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്നിപ്പറ്റ് കാണാം. ഓൾറെഡി ഞാൻ സ്നിപ്പറ്റ് ഇവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഇത് ഡിലീറ്റ് ആക്കാം കേട്ടോ. ഇത് നമുക്ക് ഫ്രഷ് കാണിച്ചു തരാം. ഒരു സ്നിപ്പറ്റ് ആഡ് ആക്കാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഈ സ്നിപ്പറ്റ് ഓപ്ഷൻ നമ്മൾ ഇവിടെ ആഡ് സ്നിപ്പറ്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സ്നിപ്പറ്റ് കൊടുക്കുന്നു. 1 second, just hold on. Okay, come back. Audible ആണോ? ആണ് സാർ. ഓക്കെ ഫൈൻ. സോ കം ബാക്ക്. സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്നിപ്പറ്റിന്റെ ഓപ്ഷൻ, അതിന് മുന്നേ എന്താണ് സ്നിപ്പറ്റ് എന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി സ്നിപ്പറ്റ് എന്ന് അറിയാത്തവർക്ക് ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ആക്ച്വലി സ്നിപ്പറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ ഈ കാണുന്ന വെബ്സൈറ്റിന്റെ ഒരു പ്രിവ്യൂ ആയിട്ട് നമുക്ക് തന്നെ സ്നിപ്പറ്റിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആക്ച്വലി ഫോർ എക്സാമ്പിൾ നോർമലി ഈ പറഞ്ഞ വെബ്സൈറ്റിന്റെ പ്രിവ്യൂ ആയിട്ട് കാണുന്ന സമയത്ത് ഇതിൽ കാണുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഹെഡർ ആയിരിക്കും. ഹെഡർ പാർട്ടായിരിക്കും ഉണ്ടാവുക. അതിൽ ബേസിക്കലി ഹെഡറിൽ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ബേസിക് ടൈറ്റിൽ, ഹെഡർ ടൈറ്റിലും കൊടുക്കും, അതുപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. ആ ഒരു SEO പാർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ അതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു ഒറ്റ പോയിന്റ് മനസ്സിലാക്കി. അവിടെ കാണുന്ന നിങ്ങൾ സ്നിപ്പറ്റ് കോഡ് കണ്ടില്ലേ? ഞാനിവിടെ കോപ്പി ചെയ്ത സ്നിപ്പറ്റ്, നേരത്തെ ഞാനിവിടെ ഇവന്റ്സ് മാനേജറിൽ നിന്നും കോപ്പി ചെയ്ത കോഡ് ഉണ്ട്. ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യാം, നേരെ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിന്റെ സ്നിപ്പറ്റിൽ പോയിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇതാണ് കോഡ് എന്ന് പറയുന്നത്. ഈ കോഡ് ഇവിടെ ആഡ് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമ്മുടെ പരിപാടി അവിടെ കഴിയും. കണ്ടോ, ഇവിടെ എന്തായിട്ടുണ്ട്, നമ്മുടെ കോഡ് അവിടെ സേവ് ചെയ്തു. എന്ത് ചെയ്യണം, സേവ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ കൂടെ എന്ത് ചെയ്യണം, അപ്ഡേറ്റും കൂടെ കൊടുക്കണം. സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ സംതിങ് പിന്നെ ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഐ എം റിയലി സോറി, ഇവിടെ ഒരു പേര് കൂടെ കൊടുക്കണം സ്നിപ്പറ്റിന്. ഇവിടെ എന്ത് ചെയ്തു, മെറ്റ പിക്സൽ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പിക്സൽ എന്ന് പേര് കൊടുക്കുന്നു. ഇതെന്താണ്, അതിന്റെ ഹെഡർ ഓപ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതിനെന്ത് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കാം. സ്നിപ്പറ്റിൽ പോയിട്ട് ഹെഡർ മാത്രം കൊടുക്കാറുള്ളൂ, പിന്നെ കോഡ് പേസ്റ്റ് ചെയ്യാം. എങ്ങനെ? ഇപ്പൊ സ്നിപ്പറ്റിൽ പോയിട്ട് സർ എന്തൊക്കെ ചെയ്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ആ ഓക്കെ, ഷുവർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഇവിടെ ഞാൻ ആദ്യം ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഈ കോഡ് ഉണ്ടല്ലോ, ഈ കോഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡറിലാണല്ലോ പേസ്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡറിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ബട്ട് വേർഡ്പ്രസ് സൈറ്റ് ആയതുകൊണ്ട് കോഡിംഗ് പ്രോസസ്സുകളൊന്നും തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വേർഡ്പ്രസിന്റെ സൈറ്റിലോട്ടേക്ക് നമ്മൾ ബാക്ക് എൻഡിലോട്ടേക്ക് വരണം. ബാക്ക് എൻഡിൽ വന്നിട്ട് നമ്മളിവിടെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ പ്ലഗിന്റെ പേരാണ് ഹെഡർ ഫൂട്ടർ കോഡ് മാനേജർ എന്ന് പറയുന്നത്. ഈ കോഡ് പ്ലഗിൻ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഏറ്റവും താഴെ HFCM എന്ന് കാണുന്നുണ്ടാവുക. ഈ ഹെഡർ ഫൂട്ടർ കോഡ് മാനേജറിലെ HFCM ഷോർട്ട് ഫോം ആണ് HFCM എന്ന് പറയുന്നത്. ഈ HFCM വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളിവിടെയുള്ള ഈ ഒരു കോഡ് ഈ ഒരു കോഡ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ കോപ്പി ചെയ്തിട്ട് ഈ കാണുന്ന നമ്മളുടെ വെബ്സൈറ്റിന്റെ HFCM എന്നുള്ള സ്നിപ്പറ്റിലോട്ട് വന്ന് ഇവിടെ എന്ത് ചെയ്യാം, ആഡ് സ്നിപ്പറ്റ് കൊടുക്കുക. ഓൾറെഡി ഇവിടെ സ്നിപ്പറ്റ് വന്നിട്ടുണ്ടോ, ഇതേപോലെ സ്നിപ്പറ്റ് ഞാനിപ്പോൾ ചെയ്ത സ്നിപ്പറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, ആഡ് സ്നിപ്പറ്റ് കൊടുക്കുക. ആഡ് സ്നിപ്പറ്റ് കൊടുത്തിട്ട് സ്നിപ്പറ്റിന് ഒരു പേര് കൊടുക്കുക.
ലൈക്ക് മെറ്റാപിക്സൽ എന്നോ അങ്ങനെ ലൈക്ക് നമ്മുടെ സൈറ്റിന്റെ പേര് എന്താണോ അതിന്റെ പേരും പ്ലസ് മെറ്റാപിക്സൽ എന്ന് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ലൊക്കേഷൻ കൊടുക്കുക. ഈ സ്നിപ്പറ്റ് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് അതോടെ എന്ത് ചെയ്യുക, ഹെഡർ കൊടുക്കുക. ഫൂട്ടറുള്ള ഹെഡർ കൊടുക്കുക. ബാക്കി കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്നിപ്പറ്റ് ടൈപ്പ് എന്താണ് HTML തന്നെ കൊടുക്കുക. HTML ജാവാസ്ക്രിപ്റ്റ് കോഡാണ് അത് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ കോഡ് ഇവിടെ കോപ്പി ചെയ്ത് കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, സേവ് ആൻഡ് അപ്ഡേറ്റ് കൊടുക്കണം. ഇവിടെ സേവ് വരും, അത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ കോഡ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഹെഡറിൽ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പേസ്റ്റ് ചെയ്താണ് നിങ്ങൾ കാണുന്നത്. കോഡിംഗ് സൈറ്റില്ലാത്ത സൈറ്റുകളിലേക്കുള്ള ഓപ്ഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓൺലി ഫോർ എന്താണിത്, വേർഡ്പ്രസിന് വേണ്ടി മാത്രമാണ് കേട്ടോ. വേറെ ഒന്നിനും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, വേർഡ്പ്രസിന് വേണ്ടി മാത്രമാണ്. അതേസമയം കോഡിംഗ് സൈറ്റുകൾക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ല. ഏറ്റവും ഈസി കോഡിംഗ് സൈറ്റുകളാണ്. ആ കോഡ് കോപ്പി ചെയ്യുക, ആ വെബ്സൈറ്റിൽ എന്ത് ചെയ്യുക, ഹെഡറിൽ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും എളുപ്പം. കോഡിംഗ് സൈറ്റുകൾക്കാണ് ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് കോഡിംഗ് അല്ലാത്ത സൈറ്റുകൾക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ്. ഒന്ന് ഞാൻ വേർഡ്പ്രസിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന പറഞ്ഞു. ഈ പറഞ്ഞ പ്ലഗിൻ പോയിട്ട് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് അവിടെ കണക്ട് ചെയ്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് മാനുവലി കോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അനദർ പ്ലഗിനായിട്ടുള്ള HFCM കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ, നോൺ കോഡിംഗ് സൈറ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, എന്റെ താഴെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നുകൂടെ പറയാന്നുള്ളത് ആള് തന്നെയാണോ പറഞ്ഞത്? അതെ. ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇതേപോലെ കോഡ് യൂസ് ചെയ്തിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ പറയുന്നത്, മറ്റൊരു തേർഡ് പാർട്ടി ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ കോഡിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ടൂളിന്റെ പേരാണ് ടാഗ് മാനേജർ. ടൂളിന്റെ പേരാണ് ടാഗ് മാനേജർ. ഇതാണ് ടൂള് ടാഗ് മാനേജർ. സോ നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ ഇതേപോലെ ടാഗ് മാനേജർ സെർച്ച് ചെയ്യാം. ബട്ട് ടാഗ് മാനേജർ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യുന്നതിന് മുന്നേ, ഓക്കെ, ടാഗ് മാനേജറിലേക്ക് നിങ്ങൾ കോഡ് ആഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മറ്റൊരു കാര്യം ചെയ്തിരിക്കണം. ആ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഗെയിൻ എന്ത് ചെയ്യണം, വെബ്സൈറ്റിലോട്ടേക്ക് വരിക. വെബ്സൈറ്റിലോട്ടേക്ക് വന്നിട്ട് ഒരു കാര്യം കൂടെ, ഒരു പ്ലഗിൻ കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ആ പ്ലഗിൻ ആണ് ആക്ച്വലി സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത്. ആ പ്ലഗിന്റെ പേരാണ് സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റ് കിറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ, സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ കേട്ടിട്ടുണ്ടോ? SEO ഒക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സൈറ്റ് മനസ്സിലാവും. കേട്ടിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൂഗിളും വേർഡ്പ്രസ് തമ്മിലുള്ള ഒരു ഓപ്ഷനാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഗൂഗിളിന്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, അതായത് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷനോ പ്ലഗിൻസോ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ടാഗ് മാനേജർ എന്ന് പറയുന്നത് ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വെബ്സൈറ്റിലോട്ടേക്ക് വന്നിട്ട് വെബ്സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ എന്നുള്ള ഒരു പ്ലഗിൻ നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗൂഗിളിൽ ഏത് പ്രൊഡക്റ്റ് നമ്മുടെ ഈ വെബ്സൈറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ എന്നുള്ള ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു SEOയിലാണിത് പറയാൻ ചാൻസ് ഉള്ളൂ. ഗൂഗിൾ ആഡ്സിന്റെ കേസിൽ നമുക്ക് വരുന്നില്ല. പറഞ്ഞിട്ടുണ്ടോ? അനലിറ്റിക്സും ടാഗ് മാനേജറും. എക്സാക്ട്ലി. സോറി, ഐ എം റിയലി സോറി. അനലിറ്റിക്സ് ആഡ് ചെയ്യണമല്ലോ അല്ലെ? അനലിറ്റിക്സ്, ഗൂഗിൾ ആഡ്സിന് അനലിറ്റിക്സ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തായാലും ഇത് ആവശ്യം ഉണ്ടാവും. അപ്പൊ സൈറ്റ് കിറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം. ആ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ടാഗ് മാനേജർ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലേ? ഐ എം റിയലി സോറി. ശരിയാ, ഗൂഗിൾ ആഡ്സ് പഠിക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് അനലിറ്റിക്സ് പഠിക്കേണ്ടി വരും. അനലിറ്റിക്സ് എന്ന് പറയുന്നത് ടാഗ് മാനേജർ നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചത്? പറഞ്ഞോളൂ. സാറ് അനലിറ്റിക്സ് സൈറ്റ് കിറ്റ് വഴിയാ കണക്ട് ചെയ്ത് കാണിച്ചത്. സൈറ്റ് കിറ്റ് വഴി ടാഗ് മാനേജർ പോയിട്ടുണ്ടായിരുന്നോ? സൈറ്റ് കിറ്റ് വഴി ടാഗ് മാനേജറും കൺസോളും അനലിറ്റിക്സും കണക്ട് ചെയ്തെന്ന് കാണിച്ചിരുന്നായിരുന്നു. അതേ ഒരു ഓപ്ഷൻ തന്നെ നമ്മൾ ഇവിടെ ഈ ഫോളോ ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ പോലെ വെബ്സൈറ്റിലെ ഡാറ്റാസും കാര്യങ്ങൾക്ക് നോക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നമ്മൾ കോമൺലി ആൾക്കാർ യൂസ് ചെയ്യുന്ന വേ ആണത്. ഇത് നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഗൂഗിൾ ടാഗ് മാനേജർ ഓപ്പൺ ചെയ്യാം.
ഓക്കെ, എൻ്റെ അടുത്ത് ഈ ഒരു വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. Just wait on. ഇവിടെ പാസ് കീ ചോദിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ 2 ടാഗ് മാനേജ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ക്ലയന്റിന്റെയാണ്, ഇതൊന്ന് എന്റെ അക്കൗണ്ട് തന്നെയാണ്. സോ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നു, എന്റെ അക്കൗണ്ടോട് ഓപ്പൺ ചെയ്യുന്നു. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യമുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ ഒരു ടാഗ് അങ്ങോട്ട് ക്രിയേറ്റ് ആക്കാം. ഓക്കെ, അതായത് നമുക്ക് ഈ കോഡ്, ഇവിടെയുള്ള ഈ കോപ്പി ചെയ്ത കോഡാണ് നമുക്ക് എന്ത് ചെയ്യണത്, കോപ്പി ചെയ്ത കോഡ് വെബ്സൈറ്റ് ഹെഡറിലാണ് കൊണ്ടെത്തിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഇവിടെ ആഡ് ന്യൂ ടാഗ് കൊടുക്കാം. ഓക്കെ, ആഡ് ന്യൂ ടാഗ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കൊടുക്കാം. ആഡ് ന്യൂ ടാഗ് കൊടുത്തിലൂടെ അൺടൈറ്റിൽ ടാഗിന് പകരം അവിടെ ഒരു പേര് കൊടുക്കണം. ലൈക്ക് എന്താ പറയാ, മെറ്റ പിക്സൽ PM എന്ന് കൊടുക്കാം. കാരണം നമ്മൾ ബാച്ചിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പൊ PM തന്നെ കൊടുക്കാം. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ടാഗ് കോൺഫിഗർ ആണ്. ഈ ടാഗ് കോൺഫിഗർ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ നിങ്ങൾ ഗൂഗിളിൽ അനലറ്റിക്സ് ആയിരിക്കുമല്ലോ നിങ്ങൾ കണക്റ്റാക്കി ഉണ്ടാവുക അല്ലേ? ആണോ? ഗൂഗിൾ ആഡ്സ് ആണ് കണക്റ്റാക്കിയത്. ഓക്കെ, ഗൂഗിൾ ആഡ്സ് അനലറ്റിക്സ് വാട്ട് ഇറ്റ് ഈസ്. നമ്മളിവിടെ നോക്കുന്ന കാര്യം അതല്ല. നമ്മൾ തൊട്ട് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാം, കസ്റ്റം HTML ടാഗ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ കേസിൽ നമ്മൾ നോക്കുന്നത് കസ്റ്റം HTML ടാഗ് ആണ്. ഈ കസ്റ്റം HTML ടാഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ഇവിടെ ആ കോഡ് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യും. നേരത്തെ കോപ്പി ചെയ്ത കോഡ് പേസ്റ്റ് ചെയ്യും. ഇത് കൊടുക്കുന്നു. ഇതിനോട് എന്ത് കാണാൻ വേണ്ടി പറ്റും, ട്രിഗറിങ് കാണാൻ വേണ്ടി പറ്റും. കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണ്, കോൺഫിഗർ ചെയ്യാൻ ട്രിഗറിങ് ആണ്. നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നതാണ് എന്താണ് ഇവിടെ ട്രിഗർ ആക്കേണ്ടത്. സോ നമ്മൾ എല്ലാ പേജിൽ വന്ന ആൾക്കാരെ, ഓക്കെ, നമ്മൾ എല്ലാ പേജിൽ വന്ന ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഓൾ പേജസ്, ഐ മീൻ നമ്മളെ വെബ്സൈറ്റിൽ എല്ലാ പേജിൽ വന്ന ആൾക്കാരെ ഇതുപോലെ ട്രിഗർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഓൾ പേജസ് കൊടുക്കുക, ആഡ് കൊടുക്കുക. ഇത്രയും ക്ലിയർ ആണോ, കോൺഫിഗർ ആൻഡ് ട്രിഗർ എന്നുള്ളത്? ഓക്കെ, അതിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ഇവിടെ നേരെ സേവ് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ടാഗ് എന്തായിട്ടുണ്ടാവും, അവിടെ ട്രിഗർ ആൻഡ് കോൺഫിഗർ ആയിട്ടുണ്ടാവും. സോ ഇത് കറക്റ്റ് ആണോ അല്ലെങ്കിൽ വർക്ക് ആവുന്നുണ്ടോ നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ പറഞ്ഞ പ്രിവ്യൂ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇവിടെ ഒരു ടാഗ് വർക്ക് ആവുന്നുണ്ടല്ലോ നോക്കാൻ നമുക്കിവിടെ ആദ്യം ഇവിടെ പ്രിവ്യൂ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ എന്ത് ചെയ്യുന്ന, നേരെ പ്രിവ്യൂ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്രിവ്യൂ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോ പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഓൺ, പ്രിവ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ന്യൂ ടാബിലോട്ടേക്ക് വന്നിട്ട് അതവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഐ മീൻ കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ കണക്ട് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഇവിടെ ആഡ് ചെയ്യുന്നു. ലിങ്ക് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ നേരെ കണക്ട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നേരെ റീഡയറക്ട് ചെയ്ത് ഈ വെബ്സൈറ്റിലേക്ക് വരണം. എന്റെ ഹോം ബട്ടൺ ആയതുകൊണ്ടാണ്, ഐ മീൻ ഞാൻ ആക്റ്റീവ് ആക്കാത്തതുകൊണ്ടാണ് എനിക്കിവിടെ കാണിക്കാത്തത്. സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തായിരിക്കും, ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഇവിടെ നേരെ വെബ്സൈറ്റിലോട്ടേക്ക് വരുന്നതായിരിക്കും. ആ വെബ്സൈറ്റിലേക്ക് വരണം, ടാഗ് ചെയ്ത് വെബ്സൈറ്റിലേക്ക് വരണം, എങ്കിൽ അത് അവിടെ വർക്കായി എന്ന് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇവിടെ കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ കണക്റ്റഡ് വെബ്സൈറ്റിൽ നിന്ന് കണക്റ്റഡ് കാണിക്കും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ തിരിച്ചേക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ട് സബ്മിറ്റ് കൊടുക്കണം. ഇവിടെ ഇതേപോലെ സബ്മിറ്റ് കൊടുക്കണം. ജസ്റ്റ് ഇവിടെ എന്ത് സബ്മിറ്റ് കൊടുക്കുക. then again ഇവിടെ പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തിട്ട് കണ്ടിന്യൂ സ്കിപ്പ് എനിത്തിങ് കൊടുക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ഇവിടെ കൊടുത്തതിന് ശേഷം ഇവിടെ സൈൻ ലൈക്ക് നോ വൺ ഈസ് ലിസ്റ്റിംഗ് എന്ന രീതിയിലൂടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ലോഡിംഗ് ടൈം ഇവിടെ കൊടുക്കണം. ലോഡിംഗ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ആയി വരുന്നതായിരിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റും, നമ്മളുടെ
നമ്മൾ ടാഗിന്റെ പേര് ഇവിടെ വരേണ്ടതാണ്. ജസ്റ്റ് വെയിറ്റ് ഓൺ. മെറ്റാപിക്സൽ മെറ്റാപിക്സൽ പി എന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മളുടെ ടാഗല്ല മെറ്റാപിക്സൽ പി എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ആവണം. ഇതാണ് ഇതിന്റെ ഓപ്ഷൻ പറയുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കോഡ് ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും ഏരിയ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദെൻ അവിടെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം ഇവിടെ ബാക്കി സ്റ്റെപ്പ് കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. കണ്ടോ, ഇവിടെ ഒരു നെക്സ്റ്റ് ടു സ്റ്റെപ്പ് കൂടെ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഈ ഒരു ഇവന്റ്സ് മേലേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യാം? കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഒരു കാര്യം നമ്മളിവിടെ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഈ ഒരു കാര്യം നമ്മളിവിടെ ഓൺ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇത് നമ്മൾ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെയുള്ള കണ്ടില്ലേ, കസ്റ്റമേഴ്സിന്റെ വെരിഫൈ ദ കസ്റ്റമേഴ്സ് ഇൻഫർമേഷൻ ദാറ്റ് യു വാണ്ട് ടു സെൻഡ്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡാറ്റാസ് ആണോ അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യേണ്ടത്, നമ്മുടെ പോർട്ട്ഫോളിയോക്ക് സെൻഡ് ചെയ്യേണ്ടത്. ദിസ് ഇൻഫർമേഷൻ വിൽ ബി ഹാഷ്ഡ് ടു ബെറ്റർ ടു പ്രൊട്ടക്ട് യുവർ പ്രൈവസി ബിഫോർ ദ സെൻഡ് ദ ഫേസ്ബുക്ക്. സെൻസിറ്റീവ് ഇൻഫർമേഷൻ സച്ച് ആസ് ഫിനാൻഷ്യൽ, ഹെൽത്ത്, ഗവൺമെന്റ് ഐ ഡി ഡാറ്റ വുഡ് നോട്ട് സെൻഡ്. നമ്മളെ ആധാറും മറ്റു സാധനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല, സെൻഡ് ആവില്ല. ബട്ട് പകരം നമ്മളെ പേര്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരുടെ ഡാറ്റ കംപ്ലീറ്റ്ലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, നേരെ ബിസിനസ് പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേരും ഫോൺ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തിന്റെയും നമ്പേഴ്സും കാര്യങ്ങളും നമുക്ക് കാണാനൊന്നും പറ്റില്ല. അതായത് പേരും നമ്പറും ഫോൺ നമ്പറും കാര്യങ്ങളും കാണാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഇങ്ങനെ ഡാറ്റ നമ്പേഴ്സ് കാണാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ 50 ആൾക്കാർ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ 100 ആൾക്കാർ വിസിറ്റ് ചെയ്തു, ആ നമ്പേഴ്സ് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ എക്സാക്ട് ഇവരുടെ പേരും ഡീറ്റെയിൽസും കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ലോജിക്കൽ ആലോചിച്ച് നോക്കി, നമുക്ക് പിന്നെ റീടാർഗറ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ലല്ലോ. ആ നമ്പർ, പേരിന്റെ ഫോൺ നമ്പർ എടുത്ത് വിളിച്ച് നോക്കിയിട്ട് പ്രൊഡക്റ്റ് വേണോ വേണ്ടോ ചോദിച്ചാൽ പോരെ, അല്ലേ? പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല? അതായത് ഈ ഒരു സംഭവം നമ്മൾ കണക്ട് കഴിഞ്ഞാൽ ഇത്രയും കസ്റ്റമർ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷെ അത് എക്സാക്ട് അവരുടെ പേരും ഫോൺ നമ്പറും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും ആയിരിക്കില്ല. ബട്ട് ഇത്ര ആൾക്കാരുടെ നമ്പേഴ്സ്, 50 ആൾക്കാരുടെ ഡാറ്റ കിട്ടി അല്ലെങ്കിൽ 100 ആൾക്കാരുടെ ഡാറ്റ കിട്ടി അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷെയർ ചെയ്തു എന്ന് മാത്രമേ പറയുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഒരു ഡൗട്ട് വെച്ചോട്ടെ. ഞാൻ ഇതുപോലെ പിക്സല് ക്ലാസിന്റെ സമയത്ത് കണക്ട് ചെയ്തിരുന്നു. ടാഗ് മാനേജർ വഴിയാണ് ചെയ്തത്, കസ്റ്റം HTML യൂസ് ചെയ്തിട്ട്. പക്ഷെ ഇതിൽ എറർ ആണ് അതിൽ ഇപ്പൊ നോക്കുമ്പോ കാണിക്കുന്നത്. ഇപ്പൊ സാറ് കാണിച്ചത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഡണ്ണ് കൊടുക്കാനാ പറഞ്ഞു മാം. അപ്പൊ ഞാൻ അങ്ങനെ ഡണ്ണ് കൊടുത്തു പോയി. അതുകൊണ്ടാണോ? ഓൺ ആക്കണായിരുന്നു. ഇത് ഓൺ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഓൺ ചെയ്തിട്ട് ഡൺ കൊടുക്കണായിരുന്നു. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒന്നും കൂടി സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്? പിന്നെ സെറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, ഡിലീറ്റ് ആക്കേണ്ടി വരും അല്ലേ മുന്നേ ചെയ്തത്? വേണ്ട, ഡിലീറ്റ് ചെയ്യണ്ട. ഡിലീറ്റ് ചെയ്യാൻ തന്നെ ഇത് ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. ഇതേ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ് പോയി ഒന്നുകൂടെ ചെയ്ത് നോക്ക്. ഓക്കെ, ഓൺ ചെയ്തിട്ട് ഇതെല്ലാം ഓൺ ചെയ്ത് എല്ലാം ഓൺ ചെയ്യണം. ഇവിടെ ഒന്നും മിസ് ആവില്ല. ഓൺ ചെയ്ത് നേരെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡൺ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ലോഡായിട്ട് ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പൊ നമ്മളോട് എന്ന് പറയും സെറ്റപ്പ് മെറ്റാപിക്സൽ എന്ന് ടിക്ക് ആയിട്ടുണ്ട്. നമുക്ക് എന്താണ് ഏകദേശം ഒരു കണ്ടല്ലേ ഇവിടെ ഇവന്റ് ആക്ടിവിറ്റി എന്ന രീതിയിൽ ഒരു 30 മിനിറ്റ്സിൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഡാറ്റാസ് ഇവിടെ അപ്പിയർ ആവും. 30 മിനിറ്റ്സിലൂടെ ഡാറ്റാസ് അപ്പിയർ ആവും. 30 മിനിറ്റ്സ് ഡാറ്റാസ് അപ്പിയർ ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് വരണം. കസ്റ്റമേഴ്സ് വന്ന് പേജിലോട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ഇവിടെ
ഡാറ്റ ഇവിടെ അപ്പിയർ ആവുന്നതായിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അത് ടേൺ ഓൺ ചെയ്യുമ്പോൾ എന്താണ് ട്രാക്ക് ചെയ്യലാണ്? ടേൺ ഓൺ ചെയ്യുമ്പോൾ ട്രാക്ക് എന്തായിട്ട്? ചെയ്യുന്ന അതായത് കസ്റ്റമേഴ്സിന്റെ ഞാൻ പറഞ്ഞില്ലേ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ കാര്യങ്ങളിലെ അതായത് ആ പേജ് വിസിറ്റ് ചെയ്തവരുടെ ആണ് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഞാൻ വേണേൽ സി ഡി അക്കാഡമിയിൽ കാണിച്ചു തരാം. അശ്വിൻ കെ പിക്ക് വരെ സി ഡി അക്കാഡമി എന്ന് വിചാരിക്കാം. സി ഡി അക്കാഡമിയുടെ എനി പേജിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോഴ്സസ് ഉള്ള പേജില്ലേ, ഈ ഒരു പേജിലോട്ട് വിചാരിക്കാം. ഈ വന്ന ആൾക്കാരുടെ പേര്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ നമുക്ക് നേരെ ഇങ്ങോട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മെറ്റ പ്ലാറ്റ്ഫോമിലോട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. അത് കാണാൻ കഴിയില്ല എന്നല്ല പറഞ്ഞു. അവരുടെ പേരും ഫോൺ നമ്പറും ഡാറ്റാസും നമുക്ക് വിഷ്വലി കാണാൻ പറ്റില്ല, പക്ഷെ നമ്പേഴ്സ് കാണാം. ആ നമ്പേഴ്സ് ഞാൻ കാണിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അതിലേക്ക് വരുന്നത് എത്ര ആൾക്കാർ വന്നു, ആ ഡാറ്റാസ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബട്ട് അവരുടെ എക്സാക്ട് പേരും ഫോൺ നമ്പറും കാണാൻ പറ്റില്ല. ഓക്കെ, ഞാൻ കാണിച്ചാൽ എങ്ങനെയാ ഡാറ്റ വന്നിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചാൽ. വെയിറ്റ് ഓൺ. ഇത് നമ്മളൊരു ക്ലയന്റ് ആണ് VR ഡിസൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇവിടെ നോക്കുകയാണെങ്കിൽ പേജ് വ്യൂ 4600 ആൾക്കാരെ ലാസ്റ്റ് റിസീവ്ഡ് തന്നെ 1 മണിക്കൂർ കൊണ്ട് വന്നതല്ല കേട്ടോ. ഈ കാണുന്ന ഏപ്രിൽ 5-ാം തീയതി മുതൽ ഏപ്രിൽ 1-ാം തീയതി വരെ 4600 ആൾക്കാർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വിസിറ്റ് ചെയ്തത് 1 മണിക്കൂർ മുന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ജോയിൻ ചാറ്റ് ലീഡ് കണ്ടോ? ലീഡ് ഇത് എന്താണ് ട്രാക്കിംഗ് സിസ്റ്റം ഞാൻ പറയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് ലീഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് എന്താണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ബട്ട് ഇതാണ് നമ്മുടെ പോയിന്റ്. കണ്ടില്ലേ? പേജ് വ്യൂസ് നമ്പേഴ്സ് ഇവിടെ ഇതേപോലെ കാണാം. ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ ഡേയിലും വന്നിരിക്കുന്നത് കണ്ടോ? ഈ പറഞ്ഞ പോലെ മാർച്ച് 6-ാം തീയതി വന്നിരിക്കുന്നത് 198 ആൾക്കാരാണ്. അതേപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ മാർച്ച് 10-ാം തീയതി 35 ആൾക്കാർ വന്നിട്ടുള്ളൂ. അങ്ങനെ ഓരോരോ ഡാറ്റാസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ഡാറ്റ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മൾ ട്രാക്കിംഗ് വഴി നമുക്ക് ഡാറ്റ കിട്ടുന്നുണ്ടാവുക. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നേരെ നമ്മൾ എന്താ പറയാ ഇതിലേക്ക് ആഡ് അക്കൗണ്ടിലോട്ട് കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റീടാർഗറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ 4600 ആൾക്കാരെ നമുക്ക് റീടാർഗറ്റിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൺവേർഷൻ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതെ. ഓക്കെ, ഇതൊരു ബേസിക് ട്രാക്കിംഗ് ആണ് ഞാൻ പറഞ്ഞു. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ട്രാക്കിംഗ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ ട്രാക്കിംഗ് അല്ലെങ്കിൽ എന്താണ് അടുത്തൊരു ലെവൽ ഓഫ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ബട്ടൺസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സീരിയഡ് ആക്ച്വലി ഇതെന്താണ്? ഇതൊരു ബട്ടൺ ആണ്, കണ്ടില്ലേ? ഇതൊരു ബട്ടൺ ആണ്, ഇതൊരു ബട്ടൺ ആണ്, അല്ലെങ്കിൽ ഈ കാണുന്ന പോലെ ഇത് ആക്ച്വലി ബട്ടൺ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഓരോ ബട്ടൺസ്. ഓക്കെ, ഓരോ ബട്ടൺസ് വൈസ് നമുക്ക് ഇത് ട്രാക്ക് ചെയ്യാം. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയ ബട്ടൺസ് കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ആലോചിക്കും നിങ്ങൾ. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നോർമൽ സൈറ്റ് ആകുമ്പോൾ നമുക്ക് വലിയ ബെനിഫിറ്റ് ഇല്ല. പക്ഷെ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് ആണെങ്കിൽ ആഡ് ടു കാർട്ട് ആവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ലൈക്ക് ബൈ ചെയ്ത ആൾക്കാരാവാം, അങ്ങനെയുള്ള ഏത് ഓപ്ഷൻസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ബെറ്റർ ആണ് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ആഡ് ടു കാർട്ടിലോട്ട് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ റീടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കില്ലേ? അപ്പൊ ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം നമുക്ക്. ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എഗെയിൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരിക. നമ്മൾ ഓൾറെഡി ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലയന്റിനെ മറ്റേ തൽക്കാലം എന്ത് ചെയ്യുന്നു? വേറെ ഓപ്ഷൻ എടുക്കുകയാണ്. നമ്മളത് ചെയ്തു വെച്ച ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ. വെയിറ്റ് ഓൺ.
ഞാൻ വേറൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇത് മറ്റൊരു ക്ലയന്റാണ് നമ്മളുടെ KCF എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇതേപോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഡാറ്റാസ് വന്ന് കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ അടുത്ത ലെവൽ ഓഫ് ട്രാക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബട്ടൺസ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ആ 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം എന്തെങ്കിലും ഡാറ്റ വന്നതിന് ശേഷം മാത്രം ട്രാക്ക് ചെയ്യുന്നതാണ് അതിന്റെ റൈറ്റ് വേ എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് നിങ്ങൾ ഒരു 30 മിനിറ്റ്സിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഗെയിം തിരിച്ചു വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, സെറ്റിംഗ്സ് എന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സെറ്റിംഗ്സ് കാണാൻ വേണ്ടി പറ്റും. ഈ സെറ്റിംഗ്സ് ഓപ്ഷനിൽ നോക്കുന്ന സമയത്ത് സ്ക്രീൻ വിസിബിൾ അല്ലേ, കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, സെറ്റിംഗ്സിന്റെ ഓപ്ഷനിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഇവിടെ നേരെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴോട്ടേക്ക് പോവുക. നേരെ താഴോട്ടേക്ക് വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ദിസ് ഓപ്ഷൻ ഇവന്റ് സെറ്റപ്പ് ടൂൾ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവന്റ് സെറ്റപ്പ് ആൻഡ് ഓപ്പൺ ഇവന്റ് സെറ്റപ്പ് ടൂൾ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഇതുപോലുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഇവിടെ ഓപ്പൺ സെറ്റപ്പ് ടൂൾ കൊടുക്കുക. ഓപ്പൺ സെറ്റപ്പ് ടൂൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു വെബ്സൈറ്റിന്റെ URL ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ആണ്. ഈ ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇത് മുന്നേ നമ്മൾ ഉണ്ടായിരുന്ന ക്ലയന്റ് ആയിരുന്നു, തൽക്കാലം അവർ തന്നെ എടുക്കുകയാണ്. കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിന്റെ വെബ്സൈറ്റിലോട്ട് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ചെയ്തിട്ട് നേരെ ഇവിടെ ട്രാക്കിംഗ് ഓപ്ഷനിൽ പോയിട്ട് വെബ്സൈറ്റിൽ ലിങ്ക് കൂടെ ആഡ് ചെയ്യുന്നു. വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ആഡ് ഇവന്റ്സ് കൊടുക്കുക. നേരെ ഇവിടെ എന്ത് ചെയ്യുക, ആഡ് ഇവന്റ്സ് കൊടുക്കുക. ഈ ഒരു ആഡ് ഇവന്റ്സ് കൊടുക്കുന്ന സമയത്ത് എങ്ങോട്ടേക്ക് പോകണം, ഈ വെബ്സൈറ്റിന്റെ ഈ ഒരു ഇന്റർഫേസിലോട്ടേക്ക് വരണം. ഓക്കെ, നേരെ വെബ്സൈറ്റിന്റെ ഒരു ഇന്റർഫേസിലോട്ടേക്ക് വരണം. വന്നാൽ മാത്രം പോരാ, ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണണം, ഇതുപോലെ ഒരു ബോക്സ് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ആവണം. ഇതുപോലൊരു ബോക്സ് നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ഓപ്പൺ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങളിവിടെ എന്ത് കാണാം, ട്രാക്ക് ന്യൂ ബട്ടൺ കാണാം, ട്രാക്ക് URL കാണാൻ വേണ്ടി പറ്റും. ബട്ടൺ കാണാം, URL കാണാൻ വേണ്ടി പറ്റും. അതായത് നമ്മളിവിടെ വെബ്സൈറ്റിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതവിടെ ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടൺ ട്രാക്ക് ചെയ്യാം. ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ഇല്ലേ, ഇത് ആക്ച്വലി നമ്മൾ ഓൾറെഡി ട്രാക്ക് ചെയ്തിട്ടുണ്ടോ. ഈ ഒരു ഗ്രീൻ ഓപ്ഷൻ കാണില്ലേ, ലീഡ് എന്നുള്ളത്, ഇതേപോലെ നമുക്ക് ഇതിലുള്ള ഏത് ബട്ടൺസ് വേണമെങ്കിലും ട്രാക്ക് ചെയ്യാം. നേരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ട്രാക്ക് ന്യൂ ബട്ടൺ കണ്ടോ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലെ എല്ലാ ബട്ടൺസും ഇപ്പം ഓൾറെഡി ട്രാക്ക് ചെയ്തിട്ടുള്ള രജിസ്റ്റർ ഉണ്ടോ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവൻ നമ്മുടെ ലോഗോ പോലും ഒരു ബട്ടണാണ് അവിടെ, അത് നമുക്ക് ട്രാക്ക് ചെയ്യാം. ഷെഡ്യൂൾ കാണാൻ വേണ്ടി പറ്റും, ഓർ സ്പീക്കേഴ്സ്, ക്വിക്ക് ലിങ്ക്സ്, FAQ, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ എക്സ്പേർട്ട് സെഷൻ, അതിപ്പം ബ്ലോക്കുകൾ, ഓരോ ബ്ലോക്കുകൾ കാര്യങ്ങൾ, ഇതിന് പറഞ്ഞ പോലെ ഇവിടെ എക്സ്പ്ലോർ കോൺടെസ്റ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് കാണാം. ഗെറ്റ് ഫ്രീ പോസ്റ്റേഴ്സ് അങ്ങനത്തെ ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ജോയിൻ മൂവ്മെന്റ്, അങ്ങനെ നമ്മളെ വെബ്സൈറ്റിൽ നമ്മൾ കൂടുതൽ എന്തൊക്കെ ബട്ടൺസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ട്രാക്ക് ചെയ്യാം. ഞാൻ ഇവിടെ നിന്നു സെഷൻ ഷെഡ്യൂൾ കണ്ടില്ലേ, ഈ സെഷൻ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ട്രാക്ക് ചെയ്യാൻ വേണ്ടി പോകണം. അതായത് ഈ വെബ്സൈറ്റിൽ കേരള സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ആൾക്കാർ സെഷൻ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, സെഷൻ ഷെഡ്യൂൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ട്രാക്ക് ചെയ്യാം. അവരുടെ നമ്പേഴ്സ് നേരെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ എന്താ, ആ ബട്ടൺ അവിടെ ട്രാക്ക് ആയിട്ടുണ്ട്. ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആൻ ഇവന്റ് കാണാൻ വേണ്ടി പറ്റും. സെലക്ട് ആൻ ഇവന്റ്, എന്ത് ഇവന്റ് ആണ് ആ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ത് ഇവന്റ് ആണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. അതിന് ആപ്റ്റായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെന്ന സമയത്ത് ആഡ് ടു കാർട്ട് കാണാം, ഇനീഷ്യൽ ചെക്ക്ഔട്ട്, ലീഡ്, പർച്ചേസ്, ആഡ് പേയ്മെന്റ് ഇൻഫോ, ആഡ് വിഷ് ലിസ്റ്റ്, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ, കോൺടാക്ട്, അങ്ങനെ കുറെ ഓപ്ഷൻ കാണാം. ഇത് നിങ്ങൾ നോക്കിയേ, ഏറ്റവും ഫ്രണ്ട് കിടക്കുന്ന ആഡ് ടു കാർട്ടും ഇനീഷ്യൽ ചെക്ക്ഔട്ട്, ലീഡ്, പർച്ചേസ് ഒക്കെയാണ്. ഞാനിത് പറഞ്ഞു, എപ്പോഴും ബട്ടൺസ് ട്രാക്ക് ചെയ്യുന്നത് ഒരു ഇ-കൊമേഴ്സ് സൈറ്റുകൾക്കാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നോർമൽ സൈറ്റുകൾക്ക് ഇത് നല്ലതല്ല. മീൻസ് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോർമൽ സൈറ്റുകളിൽ ബട്ടൺ ആരും അങ്ങനെ ക്ലിക്ക് ചെയ്യാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യുന്ന വലിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഒരു ഇ-കൊമേഴ്സിന്റെ ഒക്കെ പെർസ്പെക്ടീവ് നോക്കുന്ന സമയത്ത് ഇത് ക്ലിക്ക് ചെയ്ത ആൾക്കാരെ, ആഡ് ടു കാർട്ടിലോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച ആൾക്കാർ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ആണ്. സോ ഇവിടെ ഞാൻ നമുക്ക് ഒരു ഷെഡ്യൂൾ, സെഷൻ ഷെഡ്യൂൾ ആണ്. ഇത് ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഒരു സെർച്ച് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിന്റെ ഏകദേശം ആപ്റ്റാകുന്ന ഒരു കാര്യം അതാണ്. ദെൻ ഇവിടെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ഇവിടെ വാല്യൂ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാല്യൂ ഓപ്ഷൻ ടിക്ക് ചെയ്യേണ്ട, നേരെ നിങ്ങൾക്ക് എന്ത് ഇവിടെ കൺഫേം കൊടുക്കാം. കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ സെർച്ച് എന്ന രീതിയിൽ ഈ ഒരു ഷെഡ്യൂൾ ബട്ടൺ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ട്രാക്ക് ആക്കിയിട്ടുണ്ട്.
ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഫിനിഷ് സെറ്റപ്പ് കാണാൻ വേണ്ടി പറ്റും. ഫിനിഷ് സെറ്റപ്പ് ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തേക്കാം. നേരെ നമ്മൾ എന്ത് ഇവിടെ ഫിനിഷ് സെറ്റപ്പ് കൊടുക്കാം. എന്നിട്ട് അഗൈൻ നമ്മൾ എന്ത് ഇവിടെ ഫിനിഷ് കൊടുക്കാം. നമ്മളോട് ജസ്റ്റ് ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകുന്ന ചോദിക്കുകയാണ്. ലൈക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ സ്വർണ്ണം കൊടുക്കാം, എല്ലാം നിങ്ങൾക്ക് എന്ത് ഇവിടെ സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു. ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, നേരെ റിട്ടേൺ ടു ബാക്ക് നമ്മുടെ ഇവന്റ്സ് മാനേജറിലേക്ക് വന്നു. ഇവന്റ്സ് മാനേജറിലേക്ക് വന്നു. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവന്റ്സ് മാനേജറിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓവർവ്യൂയിലേക്ക് വരാം. ഓവർവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ലീഡ് മാത്രമേ ഉള്ളൂ. ഇഫ് വൺ പേഴ്സൺ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഈ ഒരു വെബ്സൈറ്റിന്റെ ഈ ഒരു ഷെഡ്യൂൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലിക്ക് ചെയ്ത ആൾക്കാർ എത്ര ആൾക്കാരുണ്ടോ അവരുടെ നമ്പേഴ്സ് മീൻസ് ഇപ്പൊ ഒരാളാണെങ്കിൽ ഇവിടെ ഈ 57 കൊടുത്തില്ലേ, 57 ആൾക്കാർ ആ രജിസ്റ്റർ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് 30 ഡേയ്സിൽ. അപ്പം 57 പോലെ ആ ഷെഡ്യൂൾ സെഷനിൽ ക്ലിക്ക് ചെയ്ത ആൾക്കാരുടെ നമ്പേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ അവൈലബിൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ റീടാർഗറ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇതാണ് ഇവിടെ ഇവന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. എല്ലാവർക്കും ഓക്കെ ആണോ? എന്താ അവസ്ഥ? ഓക്കെ. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് എനി സൈറ്റ് ഞാൻ പറയണമെങ്കിൽ ഈ ഇവന്റ് ട്രാക്കിംഗ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, എല്ലാ സൈറ്റിലും ചെയ്യേണ്ടതില്ല. ഇവന്റ്സ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കാണിച്ച ഇവന്റ് ട്രാക്കിംഗ് ഇല്ലേ, അതെല്ലാ സൈറ്റിലും ചെയ്യാൻ നിർബന്ധമില്ല. പക്ഷേ മെറ്റാ പിക്സൽ ട്രാക്കിംഗ് നിങ്ങൾ എല്ലാ സൈറ്റിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെബ്സൈറ്റിലുള്ള ഏത് ബ്രാൻഡ് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, അവർക്ക് ട്രാക്ക് ചെയ്ത് കൊടുക്കുക. ട്രാക്ക് ചെയ്ത് ആ ഓഡിയൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, റീടാർഗറ്റിംഗിൽ ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. വെബ്സൈറ്റിലോട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റിലോട്ടേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു ആൾക്കാരെന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം അതെന്തായാലും എന്ത് ചെയ്യുക, ഒരു ബ്രാൻഡിന്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ അവരുടെ വെബ്സൈറ്റ് നിങ്ങൾ ട്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് നിങ്ങൾ ആഡ് റൺ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള റിസൾട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ക്ലിയർ ആണോ? എന്താണ് വാട്സ്ആപ്പ്, നമുക്ക് വാട്സ്ആപ്പ് ബട്ടൺ ഉണ്ടെങ്കിൽ അത് ട്രാക്ക് ചെയ്യുന്നത് നല്ലതല്ലേ? യെസ്, തീർച്ചയായിട്ടും. ഞാനിപ്പം അതിൽ ആ വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വാട്സപ്പ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ബട്ടൺസ് ഇല്ലേ, മോസ്റ്റ് ഓഫ് ആൾക്കാരും ഈ ഇൻസ്റ്റഗ്രാമിന്റെ ബട്ടൺ ഫേസ്ബുക്കിന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞതുപോലെ വാട്സപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അതും നല്ലൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലിക്സ് എവിടെയാ വരിക, നമുക്കൊരു അസംഷൻ ഉണ്ടാവല്ലോ. ഇപ്പൊ ഞാൻ സിഡിയുടെ വെബ്സൈറ്റ് എടുക്കാൻ വിചാരിക്കും. ഞാൻ ഒന്നുകൂടെ സിഡിയുടെ വെബ്സൈറ്റ് കാണിച്ചു തരാം. സിഡിയുടെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ വൺ സെക്കൻഡ്. ഓക്കെ, സിഡിയുടെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സിഡിയുടെ വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബട്ടൺസുകൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏത് ബട്ടൺ ആയിരിക്കും ആൾക്കാര്? ഇപ്പം ഹോം പേജിലേക്ക് ഞാൻ വരുന്നു. ഹോം പേജിലോട്ട് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ടാവാം? വാട്സ്ആപ്പ് അല്ലേ? വാട്സ്ആപ്പ് ബട്ടൺ ഉണ്ട്. ഈ അഡ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ഇല്ലേ? ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നുണ്ട് അങ്ങോട്ടേക്കായിരിക്കും. ഇവിടെ നമ്മളെ പേരും ഡാറ്റാസും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം മേ ബി ചിലപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യാതിരിക്കാം. ബട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാർ പിന്നെയും നമ്മൾ ആഡ് കാണിക്കുകയാണെങ്കിൽ അത് നമുക്ക് ബെറ്റർ ഓപ്ഷൻ അല്ലേ? അപ്പം ഇതേപോലെ ഒരു സൈറ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്ലിപ്കാർട്ടിനെ നിങ്ങൾക്കൊന്ന് ഓപ്ഷൻ എടുത്തു തരാം. ഇതേപോലെ ഇ കോമേഴ്സ് സൈറ്റുകളാണ് നിങ്ങൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. മറ്റേത് വലിയ ടാസ്ക് വരില്ല. ഇവിടെ ഫുൾ ബട്ടൺസ് ആണ്. നിങ്ങൾ ചോദിക്കേ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു ഇ കോമേഴ്സ് സൈറ്റ് നോക്കാൻ ഫുൾ ബട്ടൺസ് ആയിരിക്കും. എല്ലാം ബട്ടൺ ആണ്. ഇപ്പൊ പറയുന്നത് നോക്കിയാൽ നിങ്ങൾ ഫോർ യു കാണാം, ഫാഷൻ,
മൊബൈൽ, ബ്യൂട്ടി, ഇലക്ട്രോണിക്സ്, ഹോം, അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഇ കൊമേഴ്സ് സൈറ്റിലൊക്കെ നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു വെബ്സൈറ്റിന്റെ ട്രാക്കിങ്ങിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവുക. കാരണം അത്രയും കാര്യങ്ങളുണ്ട്. ഇതല്ലേ, ഇതൊരു ബട്ടണായിട്ട് വരും, അതുപോലെ തന്നെ എന്താ ഇതൊരു ബട്ടണായിട്ട് വരും. അപ്പൊ ഇവരെയൊക്കെ നമ്മൾ റിപ്പീറ്റ്ലി ട്രാക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ജസ്റ്റ് എന്തായിരിക്കും ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്റ്റ് നോക്കിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതാ അഡിഡാസിന്റെ ഹോട്ട് ഡീൽ എന്ന രീതിയിൽ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, കണ്ടോ, 1391 രൂപ ഉണ്ടെങ്കിൽ അഡിഡാസിന്റെ ഈ ഷൂസ് കൊള്ളാലോ, നല്ല ഓഫർ ആണല്ലോ. ഇപ്പൊ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ കണ്ടാണ് 4300 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പം 68% ഓഫർ അഡിഡാസിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി മുതൽ എനിക്ക് എന്തായിരിക്കും, നാളെ മുതൽ അഡിഡാസിന്റെ അഡ്വർടൈസ്മെന്റ് എന്തായാലും വരും. കാരണം ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഓൾറെഡി ഇവർ ഈ ബട്ടൺ ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, എനിക്ക് ഇവരുടെ ആഡുകൾ ഇനി വന്നു തുടങ്ങുന്നതായിരിക്കും. ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ, ശരി. ഇത് കണ്ടില്ലേ, ഇവിടെ ആഡ് ടു കാർട്ട് എന്തായാലും ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഇത് എന്നെ ഇവിടെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇ കൊമേഴ്സ് സൈറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നുണ്ടാവുക. ബട്ട് നോർമൽ സൈറ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ സാർ, അപ്പൊ നമ്മള് ഇപ്പൊ ഒന്നിൽ കൂടുതൽ ബട്ടൺ നമ്മൾ ട്രാക്ക് ചെയ്യണമെങ്കിൽ ഓരോ ബട്ടണും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. ഇപ്പൊ വാട്സപ്പ് കംപ്ലീറ്റ് ആക്കില്ല. കേക്കുണ്ടോ? ഇപ്പൊ കേൾക്കാം, നേരത്തെ ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയോ? അതായത് ഞാൻ ചോദിച്ചത്, ഇപ്പൊ ഒന്നിൽ കൂടുതൽ ബട്ടൺ നമുക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല, വേറെ വേറെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരൂലേ? ഇല്ല, ഒരുമിച്ച് ട്രാക്ക് ചെയ്യാം. ഞാനിപ്പോ കാണിച്ചു തന്നില്ലേ, അവിടെ എഗെയിൻ ട്രാക്ക് ബട്ടൺ ഉണ്ടല്ലോ, എഗെയിൻ അവിടെ ട്രാക്ക് ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ഇത് ഞാൻ ചെയ്യുന്ന ഈ കാര്യമില്ലേ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ബട്ടൺസ് ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ട്രാക്ക് ചെയ്യാം. അതിന് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണെങ്കിൽ വൺ ടൈം ചെയ്താലും മതി, പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വൺ ടൈം ചെയ്താലും മതി. ഓക്കെ, ഓക്കെ. സോ ഈ ഒരു കാര്യം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ ടൈമിൽ ബാക്കി എന്തിനേക്കാളും, ആപ്ലിക്കേഷനെക്കാളും കൺവേർഷൻ API-നെക്കാളും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മെറ്റാ പിക്സൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്രോപ്പറായിട്ട് ട്രാക്കിങ്ങും അതിന്റെ മറ്റു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഫൈൻ. സോ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം മാത്രമേ മെയിനായിട്ട് പറയുന്നുള്ളൂ. കാരണം അടുത്തൊരു ടോപ്പിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീരില്ല, പിന്നെ നിങ്ങളുടെ ടൈമും വേസ്റ്റ്, ഡിലേ ആവും. കാരണം 11 മണി വരെ ഇരിക്കുന്ന ആൾക്കാരെ പിന്നെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനൊരു ടോപ്പിക് കൂടെ പോകാന്ന് വിചാരിച്ചായിരുന്നു, ആപ്ലിക്കേഷന്റെ കാര്യങ്ങളൊക്കെ. ബട്ട് കുഴപ്പമില്ല, നമുക്ക് ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്ത് പോവാം. നമുക്കിനി സെഷൻ വരുന്നത് ഇന്ന് തേഴ്സ്ഡേ അല്ലേ വരുന്നത്? നമുക്കിനി മൺഡേയിലെ സെഷൻ വരുന്നുണ്ടാവാം. ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാല് ഈ ഒരു 3 days കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. അക്കൗണ്ടുകൾ ഇല്ലാത്തവർ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ക്രിയേറ്റ് ആക്കുക. അതുപോലെ ബിസിനസ് പോർട്ട്ഫോളിയോ സെറ്റപ്പ് ആക്കുക. അതിൽ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ആക്കുക. ഞാൻ ഇനി പറഞ്ഞിട്ടുള്ള മെറ്റാ പിക്സൽ ആ കാര്യങ്ങളൊന്ന് സെറ്റപ്പ് ആക്കാൻ വേണ്ടി നോക്കുക. ടോട്ടൽ ഒന്ന് മൊത്തത്തിൽ പഠിച്ചു വരികയാണെങ്കിൽ മൺഡേ നമുക്ക് എന്തായാലും ഈസി ആയിരിക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ. ഓക്കെ, ഇതില് എനിക്കൊരു ആകെ ഒരു ടിപ്പ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത്, നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്ററായിട്ട് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. സോ കണ്ടിന്യൂസ് പ്രാക്ടീസ്, അതായത് എപ്പോഴും ഇതിലിരുന്ന് ചെയ്ത് നോക്കുക എന്നുള്ള കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു പെർഫോമൻസ് മാർക്കറ്ററെ എപ്പോഴും ടോപ്പിലോട്ട് എത്തിക്കുന്നത്. അതല്ല നമ്മൾ വൺസ് അത് പഠിച്ചു അത് അവിടെ വെക്കുന്നത് ഒരിക്കലും നല്ല പ്രാക്ടീസ് അല്ല. എപ്പോഴും ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും റിവൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ കുറച്ച് ഡിലേ ആയിട്ട് ആ മെസ്സേജ് ചെയ്തെങ്കിൽ പോലും ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ സർ, ഞാനൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. സർവീസ് ചാർജിന്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അത് ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞുതരാം. മെറ്റയുടെ കേസ് നോക്കുകയാണെങ്കിൽ
നമുക്ക് മെറ്റയില് സർവീസ് ചാർജ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വർക്കിന്റെ സർവീസ് ചാർജ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് നോർമലി നമ്മൾ കാണാറ് 20 to 30% വരെയാണ്. അതായത് 20 to 30% പറയുന്നത് നിങ്ങളൊരു ക്ലയന്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആഡ് സ്പെൻഡ് ചെയ്യുമല്ലോ, മന്ത്ലി ആഡ് സ്പെൻഡ് ഉണ്ടാവുമല്ലോ. ആ മന്ത്ലി ആഡ് സ്പെൻഡിന്റെ പെർസെന്റേജ് 20%. ഫോർ എക്സാമ്പിൾ ഒരു മന്ത്ലി അവർ 1 lakh ആണ് സ്പെൻഡ് ചെയ്യുന്നത് വിചാരിക്കാം. ക്ലയന്റ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 1 lakh ആണെങ്കിൽ 1 lakhന്റെ 20% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസ് ചാർജ് ആയിട്ട് മേടിക്കാം. ദാറ്റ് മീൻസ് ഒരു 20,000 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സർവീസ് ചാർജ് ആയിട്ട് മേടിക്കാവുന്നതാണ്. ഓക്കെ, ഓക്കെ. വേറെ എന്തെങ്കിലും ഇവിടെ ചോദിക്കാനുണ്ടോ? കോമൺ ആയിട്ട് ചോദിക്കാനുണ്ടെന്ന കാര്യങ്ങളുണ്ടോ? എനിവൺ? സർ ഞാന് നമ്മുടെ ഫേസ്ബുക്കില് വാട്സപ്പ് കണക്ട് ചെയ്യാൻ നോക്കി. ഓക്കെ, അപ്പം അവർക്ക് കോഡ് പോണില്ല. എന്താ ഇഷ്യൂ കാണിക്കുന്നത്? കോഡ് റിസീവ് ആവുന്നില്ല എന്നുള്ളതാണോ? അവർക്ക് റിസീവ് ആവുന്നില്ല. ഓക്കെ, നമ്പറൊക്കെ പ്രോപ്പർ അല്ലേ ചെക്ക് ചെയ്തത്? 2-3 പ്രാവശ്യം ട്രൈ ചെയ്തു ഞാൻ, പക്ഷെ അത് കണക്ട് ആവാൻ അവർക്ക് കിട്ടുന്നില്ല. എന്തെങ്കിലും എറർ കാണിച്ചതിന്റെ സ്ക്രീൻഷോട്ട് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇല്ല, എറർ ആയിട്ടൊന്നും കാണിച്ചില്ല. ജസ്റ്റ് റീസെന്റ് ഓപ്ഷൻ അങ്ങനെയല്ലേ കാണിച്ചുള്ളൂ. ഓക്കെ 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 ഓക്കെ. എനിക്ക് എന്തായാലും ഒരു സ്ക്രീൻഷോട്ട് എന്ന് ഞാക്ക് നിങ്ങൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അല്ലേ, അതായത് ചെയ്തതിന്റെ ഡാഷ്ബോർഡിന്റെ അതൊന്നും അയക്കി, ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം എന്താ സംഭവിച്ചത് എന്നുള്ളത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. വേറെ എന്തെങ്കിലും എനിവൺ? വേറെ എന്തെങ്കിലും എനിവൺ? സാർ ഞാനേ ഒരു വട്ടം ആഡ് ചെയ്തപ്പോ, അതായത് ആഡ് ചെയ്യുമ്പോൾ ആദ്യം ചെറിയ എമൗണ്ടിൽ ഇട്ടാണ് ഡെയിലി ബഡ്ജറ്റ് ഇരുന്നത്, ഡെയിലി ബഡ്ജറ്റ്. ഓക്കെ, പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുമ്പോൾ 1000 അടുത്തൊക്കെയാണ് മിനിമം ഇടണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അധികം റീച്ച് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ ഒരു എറർ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എറർ ആയിരിക്കില്ലല്ലോ, അതൊരു ഓറഞ്ച് മാർക്കിലല്ലേ കാണിക്കുന്നുണ്ടാവുക? അതെ അതെ അതെ. അത് കുഴപ്പമില്ല, അത് അവരൊരു നമുക്കൊരു സജഷൻ, ഒരു വാണിംഗ് പോലെ തരുന്നതാണത്. അപ്പൊ അങ്ങനെ കറക്റ്റ് പോലെ പറയുന്ന പൈസ ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ലീഡ്സോ എൻഗേജ്മെന്റോ കുറയോ ചെയ്യോ? അങ്ങനെ നോർമലി സംഭവിക്കാറില്ല. ബട്ട് അവര് നമ്മളെ കൊണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ അത് കണ്ടിന്യൂസ്ലി നമ്മൾ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല. സാർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സജഷൻസ് തന്നെ ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ. എങ്ങനെ? അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ മെറ്റയുടെ ആ ഒരു സജഷൻ തന്നെ ഫോളോ ചെയ്യുന്നതാണോ ബെറ്റർ നമുക്ക്? നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല അത്. അതായത് ചെയ്ത് കഴിഞ്ഞാൽ അവർ കുറച്ച് സപ്പോർട്ട് തരും. പക്ഷെ നമുക്ക് നമ്മുടെ മാനുവലിയുള്ള കുറെ ഒരു പ്രാക്ടീസ് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, നമ്മള് അതിൽ റിസ്ക് എലമെന്റ് കൂടുതലുണ്ട്, നമ്മളേതായ റിസ്ക് എലമെന്റിൽ കൂടുതലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ദാറ്റ്സ് ബെറ്റർ. അതാണ് കുറച്ച് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ ഫ്രം ടുഡേ. എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കേട്ടോ, ഈ വീക്കിൽ നമ്മൾ എടുത്ത കാര്യങ്ങൾ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ബൈ.